രാമാനുജ തേങ്ങ ഉടക്കടാ. ഭഗവാനെ സർവൈക്കനങ്ങൾ എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താടാ പട്ടി നീ ഉടച്ചത്? അത് പടക്കക്കടയും തേങ്ങക്കടയും അടുത്തടുത്ത്. ഇനി ചിലപ്പോ അത് രാമാനുജ തേങ്ങ. നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. രാവിലെ ബോംബെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചെത്തിയത് നനഞ്ഞ പടക്കമായി. അല്പസമയം മുൻപ് കോൺഗ്രസിന്റെ നെറുകയിലേക്ക് ഇടിത്തീ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ്. ലൈംഗികാരോപണത്തിലും പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിനുമാണ് നിലവിലെ MLA-ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. രാഹുലിനെതിരെ വിചിത്രമായ തെരഞ്ഞെടുപ്പ് സമസ്യകൾ ഉയരുകയാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച് കോൺഗ്രസിന്റെയോ UDF-ന്റെയോ ഭാഗമല്ലാതെ സ്വതന്ത്രനുമല്ലാതെ ഒരു MLA. രാഹുലിനെ മാതൃസംഘടന ഈ സന്നിഗ്ധഘട്ടത്തിൽ പിന്തുണയ്ക്കുമോ? പിന്തുണച്ചാൽ അതെങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും? പല ഘട്ടങ്ങളിലും പാർട്ടിയെ പ്രതിരോധിച്ചയാളാണ് താനെന്ന ഭീഷണി നേരത്തെ തന്നെ മുഴക്കിയ രാഹുൽ എന്തെങ്കിലും വിളിച്ചു പറയുമോ? അതാണോ സതീശനെ വിറളി പിടിപ്പിക്കുന്നത്? ഇനി വരാനിരിക്കുന്നത് ആറ്റം ബോംബുകളുടെ കൂട്ടപ്പൊരിച്ചിലോ? എന്താണ് കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്? ജന ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി എത്തുന്നത് BJP പ്രതിനിധി TP ജയചന്ദ്രൻ മാസ്റ്റർ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ, ഇടത് പ്രതിനിധി ജലീൽ പുനലൂർ, റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി ഡോക്ടർ നുസ്രത്ത് ജഹാൻ എന്നിവരാണ്. ആദ്യം കോൺഗ്രസ് പ്രതിനിധി തൗഫീഖിലേക്കാണ്. ശ്രീ തൗഫീഖ്, ഇതുവരെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്ന ആവശ്യം രാഹുലിനെതിരെ ഒരു പരാതിയുണ്ടോ, കേസുണ്ടോ എന്നതാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നു. പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യം ചെയ്തതിന് കേസെടുത്തിരിക്കുന്ന സാഹചര്യം ഉണ്ട്. മാത്രവുമല്ല, അനൗദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് ഈ ദിവസങ്ങളിൽ സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം വളരെ കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുകയും വളരെ കൃത്യമായി രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ, ഈ ശബ്ദ സന്ദേശങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു നിജസ്ഥിതി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ യുവ MLA-ക്കെതിരെ കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തൗഫീഖ്, ഇനി MLA ആയി തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അർഹതയുണ്ടോ? നോക്കൂ, അല്പം മുമ്പാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ തന്നെ ഇവിടെ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടത് ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഞാൻ അടക്കം മനസ്സിലാക്കുന്നത് അങ്ങേക്കും വളരെ കൃത്യമായി അറിയാം. എറണാകുളത്തെ ഒരു അഭിഭാഷകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആ പരാതിയുടെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്താൽ ആരുടെ പരാതിയിലാണ്, ആരുടെ മൊഴിയിലാണ് പിണറായി വിജയൻ സർക്കാർ, പിണറായി വിജയൻ്റെ പോലീസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പോലീസ്, ആഭ്യന്തര വകുപ്പ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം. അങ്ങനെയെങ്കിൽ പ്രോസിക്യൂഷൻ ഉണ്ടല്ലോ, പ്രോസിക്യൂഷൻ ഈ കേസിൽ ആർക്കു വേണ്ടിയാകും കോടതിയിൽ വാദിക്കാൻ പോകുന്നത്? രണ്ടാമത്തെ ചോദ്യം. ഇവിടെ നമുക്കറിയാം, ഈ കേട്ടുകേൾവിയോ ഇല്ലെങ്കിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഇല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വോയിസും സ്ക്രീൻഷോട്ടിൻ്റെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ കേസെടുത്താൽ അത്തരം തെളിവുകൾ ആധികാരികമല്ല, അത്തരം തെളിവുകൾ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ തന്നെ നിരവധിയായ നിരീക്ഷണങ്ങൾ നമുക്ക് മുന്നിൽ നിലനിൽക്കുകയാണ്. മൂന്നാമത്തെ പോയിന്റ്. ഇങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിലൂടെ LDF സർക്കാർ CPM ലക്ഷ്യം വെക്കുന്നത് ഒന്ന് കേസെടുത്ത് ഭീഷണിപ്പെടുത്താം, ഒന്ന് കേസെടുത്ത് ഭയപ്പെടുത്തി കളയാം എന്നാണ് വിചാരമെങ്കിൽ അത് മലപ്പൊടിക്കാൻ്റെ സ്വപ്നം മാത്രമായി അവശേഷിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ കേസെടുക്കാൻ പോയി കഴിഞ്ഞാൽ നീണ്ട നിര, ഒരു വലിയ ലിസ്റ്റ് സാക്ഷാൽ ശ്രീ പിണറായി വിജയൻ്റെ സമക്ഷത്ത് തന്നെ ഉണ്ടാകും, അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാകും. ഇവിടെ P ശശിക്കെതിരെയും PK ശശിക്കെതിരെയും ഇവിടെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള 2 മന്ത്രിമാർ CK ശശീന്ദ്രനെതിരെയും KB ഗണേഷ് കുമാറിനെതിരെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെയും അദ്ദേഹത്തിൻ്റെ ഒന്നാം LDF സർക്കാരിൻ്റെ കാലയളവിൽ സ്പീക്കറായിരുന്ന P ശ്രീരാമകൃഷ്ണനെതിരെയും
ഡോക്ടർ TM തോമസ് ഐസക്കിനെതിരെയും എന്തുകൊണ്ട് LDF സർക്കാർ കേസെടുത്തില്ല, പിണറായി വിജയൻ്റെ പോലീസ് കേസെടുത്തില്ല എന്നുള്ളത് പ്രസക്തമായ ചോദ്യമല്ലേ? ഇന്ന് BJP നേതാവ് അങ്ങടക്കം ഇൻട്രോയിൽ സൂചിപ്പിച്ചു നനഞ്ഞ പടക്കമായി പോയി എന്നൊക്കെ. അത് നനഞ്ഞ പടക്കമാണോ അമിട്ടാണോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഇവിടെ CPM-നും BJP-ക്കുമെതിരെ ആരോപണം ഉയരുമ്പോൾ അത് നനഞ്ഞ പടക്കമെന്നും, മറിച്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ആരോപണം ഉയരുമ്പോൾ അത് വലിയ ബോംബെന്നും എന്നുള്ള ചിത്രീകരണം അത് ഒട്ടും ഭൂഷണമല്ല, ജനാധിപത്യ മര്യാദയല്ല എന്ന് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ശരി, ഈ രാഹുലിനെതിരെ കേസെടുത്തു, അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ എൻ്റെ നിരീക്ഷണം. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നിരവധിയായ സംശയങ്ങൾ, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചില ചോദ്യം ചോദിക്കാം. ഞാൻ ഇതിലെങ്ങനെ ഈ കേസ് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതമാകുക? ഇതിലെങ്ങനെ രാഷ്ട്രീയ പ്രേരിതം എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും? കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ചത് ഇരകളാണ്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒന്നുമല്ല ഇത്തരത്തിൽ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചത്. അത് ഒന്നാമത്തെ കാര്യം. പറയൂ, രാഹുലിനെതിരെ ഇവിടെ പരാതി ഉന്നയിച്ചത് BJP-യോ CPM-ഓ ആണോ? ആരാണ് പരാതി ഉന്നയിച്ചത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ? താങ്കൾ കേട്ടതല്ലേ? താങ്കൾ ഇവിടുത്തെ ടെലിവിഷനും പത്രവും ഒക്കെ വായിക്കുന്നതല്ലേ? ടെലിവിഷൻ കാണുകയും പത്രം വായിക്കുകയും എന്റെ മുന്നിൽ ഇവിടുത്തെ മീഡിയ സിൻഡിക്കേറ്റ് അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇവിടുത്തെ മീഡിയ സിൻഡിക്കേറ്റ് അല്ല തീരുമാനിക്കേണ്ടത്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ ഇല്ലെങ്കിൽ ഒരാളുടെ പേര് നിങ്ങൾ വെളിപ്പെടുത്തും. വരെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ്. ഞാൻ അതിലേക്ക് വരികയാണെന്നേ. അങ്ങ് റിനി എന്ന് പറയുന്ന ഒറ്റ വേർഡിൽ പ്രാഥമികമായി ഒരു ചോദ്യം ഞാൻ അങ്ങയോട് ചോദിച്ചോളട്ടെ. നമ്മുടെ മുന്നിൽ ഇഷ്ടംപോലെ സമയമുണ്ട്. ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തി നമുക്ക് പോകാം. ഞാൻ പറഞ്ഞു വരുമ്പോ ഈ ശബ്ദ സംഭാഷണം 9 മണി വരെ അങ്ങയുടെ ചർച്ചയിൽ ഞാൻ ഉണ്ടാകും. ഞാൻ പറയുന്ന തർക്കിക്കാനല്ല, അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങൾ അങ്ങോട്ടൊന്ന് ചോദിക്കാനുണ്ട്. അതുകൊണ്ടാണ് അങ്ങ് ബാക്കിയുള്ള ഗസ്റ്റുകൾ സംസാരിക്കുമ്പോൾ അങ്ങ് മൗനം പാലിക്കാനാണെങ്കിൽ ഒരു സെക്കൻഡ് തൗഫിക്ക്, ഈ ശബ്ദ സംഭാഷണം തന്റേതല്ല എന്ന് രാഹുൽ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? തന്റേത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? നിഷേധിച്ചോ? കാരണം ഇവിടെ ജനപ്രതിനിധിയാണ്, MLA ആണ്, ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA ആണ്. തന്റെ പേരിൽ ഇത്തരത്തിൽ സംഭാഷണങ്ങൾ പുറത്തു വരുമ്പോൾ അല്ല, അവന്തികയുടെ കാര്യത്തിൽ കാരണം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അവതാരിക ഒരു കാര്യം മനസ്സിലാക്കണം. അവന്തികയുടെ ആരോപണമൊക്കെ അവിടെ നിൽക്കട്ടെ. അവന്തികയെ കുറിച്ച് പറഞ്ഞത് എല്ലാം വളരെ കൃത്യമായി കഴിഞ്ഞ ചർച്ചയിൽ തന്നെ നമ്മളിത് പറഞ്ഞു വെച്ചതാണ്. ഞാനിത് പറഞ്ഞു വെച്ചതാണ്. തൗഫീഖ് ഉൾപ്പെടുന്ന പാനലിന്റെ മുമ്പിൽ നമ്മൾ ഈ വിഷയം സംസാരിച്ചതാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഒരു മിനിറ്റ് അങ്ങയിലേക്ക് വരാം. ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ ഇടത് പ്രതിനിധി ജലീൽ പുനരൂരിലേക്കാണ്. ചോദിക്കുന്നു അതല്ല, ഇടത് പ്രതിനിധിയിലേക്ക് പോകാൻ പറ്റേ. കാരണം 101 ചോദ്യം അങ്ങ് എന്നോട് ചോദിച്ചിട്ട് അതിന് മറുപടി പറയാൻ വരുമ്പോ അങ്ങോട്ട് ഇടത് പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ഇവിടെ സ്വാഭാവികമായിട്ട് അങ്ങേക്ക് അറിയാമല്ലോ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മറുപടി അത് ശരിയല്ല. ഞാൻ സംവാദമായി മറുപടി പറയാൻ തയ്യാറാണ്. അതായത് ഇവിടെ
പറയുകയാണെന്നേ, ഇവിടെ യുവനടി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിക്കുന്നു. യുവനടി പരാതി ഉന്നയിക്കുന്നു. ആ പരാതി ഉന്നയിച്ച് ഇന്ന് ഈ നിമിഷം വരെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് താൻ പരാതി ഉന്നയിച്ചതെന്ന് ഇതുവരെ പറയുന്നില്ല. അതിനപ്പുറത്തേക്ക് നിങ്ങളിപ്പോൾ പറയുന്നല്ലോ, വലിയ ജനാധിപത്യ മര്യാദയെ കുറിച്ചൊക്കെ പറയുന്നല്ലോ, ഇപ്പോൾ വലിയ ആരോപണങ്ങളെ കുറിച്ച് പറയുന്നല്ലോ. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിനെതിരെ ഒരു വ്യക്തമായി ഒരു പരാതിക്കാരി ഇന്ന് പരാതി നൽകിയിട്ടുണ്ട്. സാക്ഷാൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ അടുക്കലാണ് അത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. തന്നെ പീഡിപ്പിച്ചു എന്ന തരത്തിലടക്കമാണ് പരാതി നൽകിയത്. സത്യത്തിൽ ഇവിടെ സ്വാഭാവികമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആ അതിജീവിതയുടെ ഐഡന്റിറ്റി ഇല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിയ കൃഷ്ണകുമാറിനെതിരെയാണ് ആദ്യം കേസെടുക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അതിജീവിത തീർച്ചയായിട്ടും സ്വകാര്യമായി പ്രൈവസി കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇവരുടെ ശ്രീ കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ C കൃഷ്ണകുമാറിനെതിരെ എന്തുകൊണ്ട് ചോദ്യം ഉന്നയിക്കുന്നില്ല? ഇവിടെ C കൃഷ്ണകുമാർ BJPയുടെ സംഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളാണല്ലോ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണല്ലോ. എന്തുകൊണ്ട് BJP നേതാക്കന്മാർ ഇന്ന് ഈ നിമിഷം വരെ അതിന് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ തയ്യാറാവാതെ ഒളിച്ചോടുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു? ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ടേ? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഘടനാ നടപടി ഇത്തരത്തിൽ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മണിക്കൂറുകൾക്കകം സംഘടനാ നടപടി സ്വീകരിക്കുന്നു. ദിവസങ്ങൾക്കകം അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് തികച്ചും ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാൻ കഴിയാത്ത തരത്തിൽ, സ്വീകരിച്ചിട്ടില്ലാത്ത തരത്തിൽ തികച്ചും മാതൃകയായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ട്, ഒരു മാതൃക സ്വീകരിച്ചിട്ട് അതിനെ പിന്തുണയ്ക്കുന്നതിനും അതിന് ഐക്യദാർഢ്യം നൽകുന്നതിന് പകരം ഇത്തരത്തിൽ ഏകപക്ഷീയമായി ആക്രമിക്കുന്നത് ഒട്ടും ശരിയായ രീതിയല്ല, ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു തരത്തിലല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ CPM നേതാക്കൾക്കെതിരെ കേസെടുക്കണം, ഇവിടെ C കൃഷ്ണകുമാറിനെതിരെ കേസെടുക്കണം. അദ്ദേഹം ഇന്ന് വല്ലാത്ത രീതിയിൽ ഉരുണ്ട് കളിക്കുന്ന ഒരു സമീപനം ഉണ്ടായല്ലോ. ആദ്യം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടെന്ന്. ഇപ്പോൾ പറയുന്നു കോടതി ലൈംഗിക അതിക്രമ കേസ് പരിഗണനയ്ക്കേ വന്നിട്ടില്ല എന്ന്. അദ്ദേഹം ഉരുണ്ട് കളിക്കുന്നതടക്കം അങ്ങടക്കം ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടതാണല്ലോ. എന്നിട്ട് അത് നനഞ്ഞ പടക്കം എന്നടക്കം അങ്ങ് ഇൻട്രോയിൽ വിശേഷിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPക്കും CPMനെതിരെ ആരോപണം ഉയർന്നപ്പോൾ അത് നനഞ്ഞ പടക്കവും അത് പൊട്ടാത്ത പടക്കവും ഒക്കെ ആയി മാറുകയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണം ഉയർന്നാൽ അത് വലിയ ബോംബാണ് എന്ന തരത്തിലുള്ള ചിത്രീകരണം അതൊട്ടും ഭൂഷണമല്ല. ഇപ്പോൾ TP ജയചന്ദ്രൻ മാസ്റ്ററിലേക്ക് പോവുകയാണ്. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ചില വാദമുഖങ്ങളൊക്കെ ഉയർത്തുകയാണ്. യഥാർത്ഥത്തിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇന്ന് നാം കണ്ടത്. വലിയ ബോംബുണ്ട്, കേരളം ഞെട്ടുന്ന വാർത്ത എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ വലിയ സസ്പെൻസ് ഇട്ടുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ആ സസ്പെൻസിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കേരളം. പക്ഷേ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നനഞ്ഞ പടക്കമായി ആ ബോംബ് അവശേഷിക്കുകയാണ്. അതിനൊന്ന് പൊട്ടാൻ പോലും കഴിഞ്ഞില്ല. അത് നേരത്തെ പൊട്ടിയതാണ്. അതിൻ്റെ യാഥാർത്ഥ്യം വളരെ കൃത്യമായി കോടതി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും പാലക്കാട് ഒരു വിഷയം വരുമ്പോൾ, BJPക്കെതിരെ ഒരു വിഷയം വരുമ്പോൾ വീണ്ടും എടുത്തെടുത്ത് ഉപയോഗിക്കുകയാണ്. ഇത് നനഞ്ഞ പടക്കം തന്നെയല്ലേ TP ജയചന്ദ്രൻ മാസ്റ്റർ? നീലിമ, നോക്കൂ, കേരളത്തില് പ്രതിപക്ഷ നേതാവായി അവരോധിക്കപ്പെട്ട, ഭാവി മുഖ്യമന്ത്രിയായി സ്വപ്നം കാണുന്ന പദവിയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെയും വനിതാ പ്രവർത്തകന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് 2 യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. ഒന്ന് ഷാഫി പറമ്പിൽ, മറ്റൊന്ന് ഇന്ന് നാം വിവാദ നായകനായി പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിച്ചു വെക്കപ്പെട്ട അല്ലെങ്കിൽ പരോക്ഷമായി വളരെ കൃത്യമായി വളർത്തിക്കൊണ്ടുവരുന്നവർക്ക് അറിയാമായിരുന്ന അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മുഖമാണ് ഇന്ന് അനാവൃതമായിക്കൊണ്ടിരിക്കുന്നത്. ആ മുഖത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ സമനില തെറ്റിപ്പോവുകയും ഈ പ്രക്ഷോഭങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളുലയ്ക്കുകയും ചെയ്തു എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ. നോക്കൂ, അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട പാലക്കാട് വിജയം കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. MLAക്ക് പാലക്കാട്ട് പോകാൻ കഴിയുന്നില്ല. MLAയുടെ ആഫീസിനകത്ത് വിജനമാണ്. അവിടെ കടന്നു കയറാൻ കോൺഗ്രസുകാർക്ക് പോലും ഭയപ്പാടാണ്. അദ്ദേഹത്തിന് വോട്ട് ചെയ്തിരിക്കുന്ന അവിടുത്തെ സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ ചൂലുമെടുത്ത് MLAയുടെ വരവും കാത്തിരിക്കുകയാണ്. അത്രയും ധീരമായ ചില നടപടികളും പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് എത്തും. എന്റെ സുഹൃത്തൊരു ചോദ്യം ചോദിച്ചു, ഞങ്ങൾ നടപടിയെടുത്തില്ലേ? സർ, എന്തിനാണ് നിങ്ങൾ നടപടിയെടുത്തത്? ഇത്ര നിരപരാധിയാണ് രാഹുൽ മാങ്കൂട്ടമെങ്കിൽ
എന്തിന്റെ പേരിലാണ് സതീശനും താങ്കൾ ഊഴം വരുമ്പോൾ വ്യക്തമാക്കുമോ? എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കം ചെയ്തത്? അദ്ദേഹം തെറ്റുകാരനല്ലെങ്കിൽ, നിരപരാധിയാണെങ്കിൽ ഒരു യുവ നേതാവിനെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം കൈയാളുന്ന പദവിയിൽ നിന്നും നീക്കം ചെയ്തതിന് സതീശനും നിങ്ങൾക്കും ഉത്തരമുണ്ടോ? രണ്ടാമത്, എന്തിനാണ് തെറ്റുകാരനല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തത്, അദ്ദേഹം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? പാർട്ടിക്ക് വേണ്ടാത്ത, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാവാൻ യോഗ്യനല്ലാത്ത ഒരാളെ പാലക്കാട്ടെ ജനങ്ങൾ പേറണമെന്നുള്ള വാദത്തിന്റെ പുറകിലുള്ള തത്വശാസ്ത്രം എന്താണ്? ഇനി താങ്കൾ ചോദിച്ചു ആർക്കൊക്കെയാണ് പരാതി? സർ, നിങ്ങളുടെ MLA ഉമാ തോമസിന് പരാതി ഉണ്ടോ? അവരുടെ അഭിപ്രായങ്ങൾ പുറത്തു വന്നിട്ടില്ലേ? നിങ്ങളുടെ ഘടകകക്ഷിയായ KK രമ MLAക്ക് പരാതി ഉണ്ടോ? ബിന്ദു കൃഷ്ണയ്ക്ക് പരാതിയുണ്ടോ? യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാർക്ക് പരാതിയുണ്ടോ? ഇനി ഇപ്പൊ താങ്കൾ നേരത്തെ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചു, എന്താണ് ഇങ്ങനെ കേസെടുക്കാൻ വകുപ്പുണ്ടോ? ഞാൻ താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു സർ. CRPC സെക്ഷൻ 154, ഒരു പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്വയം നേരിട്ടൊരു കുറ്റപത്രം, ലൈംഗിക അതിക്രമം, ഉപദ്രവം, ഭീഷണി, ആക്രമണം മുതലായവ സംഭവിച്ചു എന്ന് വ്യക്തമാക്കിയാൽ അത് പോലീസിന് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു കോഗ്നിസബിൾ ഒഫൻസ് ആയി കണക്കാക്കാം. കോഗ്നിസബിൾ ഒഫൻസ് ആയാൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് പോലീസിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. പരാതി പത്രം എഴുതിയില്ലെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് സർ, കേരള പോലീസ് അന്വേഷിച്ചു. ഇനി നിങ്ങളിപ്പോ ചോദിച്ചു പരാതി ഉണ്ടോ? ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലും 2022 ഈ തരത്തിൽ പരാതി നിലനിൽക്കുന്നുണ്ട്, അത് എടുത്തിട്ടുണ്ട്. 2013-14 കേസിൽ ആരും പരാതി കൊടുത്തിട്ടല്ല സർ സോളാർ കേസ് സരിതാ നായർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി രജിസ്റ്റർ ചെയ്തത്. ശ്രീകുമാരൻ തമ്പി കേസിൽ 2017 ഒഫൻഡിൽ ഇല്ലാതെയാണ് എടുത്തിരിക്കുന്നത്. 2018-19 Me-Too കേസുകൾ എടുത്തത് ഇങ്ങനെ തന്നെയാണ്. ഇതിനിടയിലുള്ള ബോധകമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പറവൂരുകാരിയായ നമ്മുടെ സതീശന്റെ നാട്ടുകാരിയായ കോൺഗ്രസിന് വേണ്ടപ്പെട്ട ഒരാളാണ് വന്ന് പരസ്യമായിട്ട് പരാതി പറഞ്ഞിരിക്കുന്നത്. ആളെ പേര് പറഞ്ഞിട്ടില്ല. രണ്ടാമത് ആ പരാതി ബലപ്പെടുത്തിയത് ഒരു ട്രാൻസ്ജെൻഡർ വന്നിട്ടാണ്. മറ്റൊരു ആക്ടിവിസ്റ്റും കൃത്യമായിട്ട് പരാതി പറഞ്ഞു. അവർ പറഞ്ഞത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ശബ്ദശകലം പുറത്തു വന്നു. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു, എന്റെ തൗഫീഖിനെ. സർ, ഇത് ഡിജിറ്റൽ യുഗമാണ്. ഒരാളുടെ ശബ്ദം രാഹുലിൻ്റെതാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ സംവിധാനമുണ്ട്. ആ പരിശോധന കിട്ടിക്കഴിഞ്ഞാൽ ഈ കേസിന്റെ നിയമവശങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കും. ഇനി എന്റെ അടുത്ത ചോദ്യം, ഇങ്ങനെയൊക്കെ ആയിട്ടിന്റെ പേരിൽ ഇന്നലെ എന്തിനാണ് സതീശൻ പൊട്ടിത്തെറിച്ചത്? സതീശനെ പ്രകോപിപ്പിക്കാൻ എന്താണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയത്. MLA ആക്കി മാറ്റണമെന്ന് പറയാൻ പൊതുജനത്തിന് അധികാരമുള്ളത് കൊണ്ട് ആ നാട്ടിൽ പ്രക്ഷോഭം നടന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എങ്കിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഭയപ്പെടുത്തുകയായിരുന്നു കേരളത്തിൽ. അദ്ദേഹം കൈ ചൂണ്ടി വിറച്ച് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അന്നേരം പറഞ്ഞു, ഉടക്കി സ്വാമി ഉടക്കി, ഏറ്റവും പെട്ടെന്ന് തച്ചൊടക്ക്. ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങളോട് പറഞ്ഞു ആ കാളക്കുട്ടനെ കെട്ടി BJPയുടെ ഓഫീസിൽ കെട്ടിയിടണം. ഞാൻ എന്റെ കോൺഗ്രസ് ഉത്തരവാദിക്കും, ഞങ്ങൾ അഴിച്ചുകൊണ്ടു പോകാനായിട്ടുണ്ടോ? എത്ര ദിവസം ഞങ്ങൾ പാർട്ടി ഓഫീസിൽ കെട്ടിവെക്കണം സാർ? ഇനി കോൺഗ്രസുകാർക്ക് വേണ്ടി ഞങ്ങൾ BJP ഓഫീസിൽ ഈ കാളക്കുട്ടനെ കെട്ടിയിടണമോ? എത്ര ദിവസം കെട്ടിയിട്ടാൽ നിങ്ങൾ അതിന് മറുപടി നൽകും? ഇതിന് ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇനി അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങളൊക്കെ ന്യായീകരിച്ച് സംസാരിക്കുന്ന മാധ്യമങ്ങളിൽ തന്നെ കൃത്യമായിട്ട് കണ്ടിട്ടില്ലേ? കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഒന്നിൽ പറയുന്നു, 2014 ഒരു കുടുംബകലഹവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ മുമ്പിൽ വന്നു. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് കോടതിയും പോലീസും ഒന്നും ഇല്ല സർ. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അത് കഴമ്പില്ലാത്തതാണ്, അത് നിങ്ങൾ വിശ്വസിക്കേണ്ട. പക്ഷെ ഈ കേസുമായിട്ട് അവർ കോടതിയിൽ പോയില്ലേ സർ? കോടതിയിൽ അന്വേഷിച്ചത് BJP പോലീസ് അല്ല, കേരള പോലീസാണ്. അവസാനം 2024 ബഹുമാനപ്പെട്ട കോടതി വിധി പ്രഖ്യാപിച്ചു. 2024 സർ. അതിന് അപ്പീൽ ഉണ്ടാവും. നിങ്ങൾക്ക് അവരെ കുറിച്ച് അപ്പീൽ കൊടുക്കാം, നിങ്ങൾക്ക് അവരുമായിട്ട് കേസിന്റെ അടുത്ത നടപടിയിലേക്ക് പോകാം. അതില്ലാത്തിടത്തോളം കാലം ഇത് നിലനിൽക്കാത്ത വ്യാജ ആരോപണമാണ്. VD സതീശൻ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചിരുന്ന പ്രതിപക്ഷ നേതാവിന്റെ നീക്കക്കള്ളിയില്ലാത്ത മുഖമാണ് ഇവിടെ വികൃതമായിരിക്കുന്നത്. അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒരു കാര്യം ശരിയാണ്,
കോൺഗ്രസിന്റെ മുഖം തകർന്നിരിക്കുന്നു. കോൺഗ്രസ് കെട്ടിപ്പൊക്കിയ യുവ നേതാക്കന്മാരുടെ ലൈംഗിക വൈകൃതങ്ങൾ സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് എന്ന് പറയുന്നത് ഉമാ തോമസിനെയും KK രമയെയും ബിന്ദു കൃഷ്ണയെയും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത നിങ്ങൾ ചാനലുകളിൽ വന്നിരുന്ന് അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ നിങ്ങളാണ് സർ അപഹാസ്യരാകുന്നത്. നിങ്ങളുടെ വനിതാ MLA മാർ, നിങ്ങളുടെ വനിതാ നേതാക്കന്മാർ, ഇവർക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടാൽ അടങ്ങി ഇരുന്നു കൊള്ളണം എന്ന് പറയാൻ നിങ്ങൾ ആരാണ് സർ? നിയമപരമായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരള പോലീസിന് അവർക്ക് നിയമപരമായി മറുപടി കിട്ടിയിരിക്കുന്നു, ഉപദേശം കിട്ടിയിരിക്കുന്നു. ഇത് നിലനിൽക്കുന്നതാണ്. ഇത് കൃത്യമായിട്ട് മുന്നോട്ട് പോകണം. നിരപരാധി തെളിയിക്കാൻ അവകാശമുണ്ട്. ഇന്നലെ വരെ നിങ്ങളുടെ ധൈര്യം എന്തായിരുന്നു? നിങ്ങളുടെ ധൈര്യം ഒരു കേസ് ഉണ്ടാവില്ല എന്നതായിരുന്നു. രാജിവെപ്പിക്കാൻ നിങ്ങൾ ഭയക്കുന്നത് എന്താണ്? അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് ഉത്തമ ബോധ്യമുണ്ട്. അവിടെ ആര് കടന്നു കയറി വരും കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ സുഹൃത്തിനോട് പറയുന്നത്, സർ, ഞങ്ങൾ ഇതൊക്കെ വിശ്വസിക്കാം. നിങ്ങളുടെ MLA മാരും നിങ്ങളുടെ വനിതാ നേതാക്കന്മാരും മാത്രമല്ല, സതീശന്റെ ഉറ്റ സുഹൃത്ത് ഒരു MP-യുടെ മകളുടെ കേസുകളും കാര്യങ്ങളും നമ്മുടെ മുമ്പിലില്ലേ? ഇന്നേ വരെ ഒരു അക്ഷരം അത് നിഷേധിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് മീഡിയ പറഞ്ഞു, ഇത് ഇന്നയാളാണ്, ചില്ലറക്കാരനല്ല, മുൻ MP ആണ്. അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. തൗഫീഖ്, ഇപ്പോൾ ആരാണ് ഇത്തരത്തിൽ പരാതി നൽകിയത്, പരാതിക്കാർ ആരാണ് എന്നുള്ളതിന്റെ ഒരു കൃത്യമായ ചിത്രം അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത റൗണ്ടിൽ ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ ഇടത് പ്രതിനിധി ജലീൽ പുനലൂരിലേക്കാണ്. ശ്രീ ജലീൽ, ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് പ്രതിനിധി പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് രാഹുലിനെതിരെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തും അങ്ങനെ കുറേ ദുർബല ചിത്തരുണ്ട്. ശശിയുണ്ട്, PK ശശിയുണ്ട്, CK ശശീന്ദ്രനുണ്ട്, KB ഗണേഷ് കുമാറുണ്ട്. അങ്ങനെ ആ പട്ടിക നീണ്ടുപോകുകയാണ്. അപ്പോൾ ആ സമയത്തൊന്നും ഇല്ലാതിരുന്ന ഒരു ഊർജമാണ് ഇപ്പോൾ രാഹുലിന്റെ കേസ് വന്നപ്പോൾ ഉണ്ടായത് എന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു വെക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ പ്രതികരണം നോക്കൂ, ഈ ഒരു കേസിൽ നീതിയുടെയും ന്യായത്തിന്റെയും സ്ത്രീത്വത്തിന്റെയും ഭാഗത്ത് നിൽക്കാനാണ് ഇടതുപക്ഷം ആഗ്രഹിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ പ്രതിനിധി ചെറുപ്പക്കാരൻ വളരെ വൈകാരികമായി വളരെ ആവേശത്തിരയിളക്കിക്കൊണ്ട് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ആദ്യമേ സൂചിപ്പിക്കട്ടെ, ജനം TV ആയിരിക്കാം, ജനം TVയെ സംബന്ധിച്ച് താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതൊരു പക്ഷേ താങ്കളും ഞാനും സംശയിക്കുന്നത് പോലെ നിക്ഷിപ്തമായ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതവിടെ ഇരിക്കട്ടെ. എന്നാൽ ഏറെ സമ്പന്നമായ നിക്ഷിപ്ത താല്പര്യമൊന്നുമില്ല ഇക്കാര്യത്തിൽ. ആ വാദം ഞങ്ങൾ നിഷേധിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾക്ക് അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് അവകാശം ഞങ്ങൾക്കുമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറെ സമ്പന്നമായ കേരളീയ പൊതുപ്രവർത്തന മേഖലയെയും കേരളീയ പൊതു മനസ്സാക്ഷിയെയും ഞെട്ടിച്ച ഒരു സംഭവത്തിൽ, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ പരമ്പരയിൽ കോൺഗ്രസ് പ്രതിനിധി ഇത്ര വൈകാരികമായിട്ട് ഇടപെടുന്നത് അനുചിതമാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ശരി, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, സംസാരിച്ചോളൂ. അദ്ദേഹം പറയുന്നത് ഇത് മാധ്യമ സിൻഡിക്കേറ്റിന്റെ പിന്തുണയോടുകൂടി ആരോ കെട്ടിച്ചമച്ച കേസുകളാണ്. അതിനൊക്കെ വളരെ നേരത്തെ ഇവിടെ കൃത്യമായ ചോദ്യങ്ങൾ ഉയരുകയും വിശദീകരണം നൽകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ മാധ്യമ സിൻഡിക്കേറ്റിന്റെ സംഭാവനയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു തർക്കമില്ല. DD സതീശൻ മാധ്യമ സിൻഡിക്കേറ്റുകളുടെ പിന്തുണയോടുകൂടി കേരളീയ രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അടിച്ചേൽപ്പിച്ച രണ്ട് വികൃതമായ മുഖങ്ങളാണ്. ആ മുഖങ്ങളിൽ ഒന്നിന്റെ പൊയ്മുഖം ഇപ്പോൾ ഇവിടെ വീണിരിക്കുകയാണ്. ഏതൊരു വിഷയം വന്നാലും ഇടതുപക്ഷത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഇടതുപക്ഷത്തെ പ്രതിചേർത്തുകൊണ്ട് സംസാരിക്കാൻ കോൺഗ്രസ് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് കോൺഗ്രസിന്റെ ഒരു തെറ്റായ സമീപനമായിട്ട് ചൂണ്ടിക്കാട്ടിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, പ്രോസിക്യൂഷൻ ആർക്കൊപ്പം നിൽക്കുമെന്ന്. എന്താ സംശയം? ഇത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അല്ലെ BJP ആണോ? കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ ആരാണോ ഇര, ആ ഇരകൾക്കൊപ്പം നിൽക്കുക എന്നുള്ള ഒരു ബാധ്യതയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ടുള്ളത്. അതുപോലെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട്, വിശേഷ ചെറുപ്പക്കാരനാണ് എനിക്ക് താങ്കളോട് പറയുന്നത്,
നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മഹനീയമായ ഒരു സംവിധാനമാണ് കോൺഗ്രസിനെ ഞങ്ങൾ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ കോൺഗ്രസിലെ താങ്കളെ പോലെയുള്ള വളർന്നു വരുന്ന വക്താക്കൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാട്ടരുത്. അരുതായ്മ ആര് കാട്ടിയാലും അതിനെ അരുതായ്മ എന്ന് പറയാനുള്ള ആർജവത്വം ഒരു കാലഘട്ടത്തിൽ KSUവിനും യൂത്ത് കോൺഗ്രസിനും ഉണ്ടായിരുന്നു. ഇന്നത് നഷ്ടപ്പെട്ടു പോയതിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ് കോൺഗ്രസ് പേറുന്നത്. താങ്കളുടെ ഈ വാഗ്ദോരണികൾ കേട്ടാൽ 2004 ഐസ്ക്രീം കേസുമായി ബന്ധപ്പെട്ട് സമാനമായി ഇവിടെ ഒരു വിവാദമുണ്ടായി. അന്നും ചാനലുകളിൽ മുസ്ലിം ലീഗുകാർ ഈ നിലയിലാണ് അട്ടഹസിച്ചത്. എതിരാളികളെ ആക്രമിച്ചത് അങ്ങനെയാണ്. ഉംറ നിർവഹിച്ചു കഴിഞ്ഞ് കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങിയ അതിലെ മുഖ്യപ്രതിയായ PK കുഞ്ഞാലിക്കുട്ടിയുടെ ചിത്രങ്ങൾ ശേഖരിക്കാൻ വന്ന മാധ്യമ പ്രവർത്തകയെ ഉടുമുതൂണി പൊക്കിക്കാട്ടിയ ആ UDFന്റെയും ലീഗിന്റെയും സംസ്കാരം തെറ്റായിരുന്നു എന്ന ചരിത്രം കോൺഗ്രസിന്റെ യുവ നേതാക്കൾ പഠിക്കണം. അതല്ലെങ്കിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വലിയ ഒരു അപജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം താങ്കൾ പറഞ്ഞു, AK ശശീന്ദ്രന്റെ കേസും ഗണേഷ് കുമാറിന്റെ കേസും P ശശിയുടെ കേസും ഒക്കെ താങ്കൾ വളരെ വ്യാജാലമായിട്ട് പറഞ്ഞു. അത് BJPയുടെ പ്രതിനിധി കടമെടുത്തുകൊണ്ട് പറയുന്നു. ഏത് AK ശശീന്ദ്രൻ? അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണം വന്നപ്പോൾ ആരോപണം വന്ന മാത്രയിൽ നിന്നും മന്ത്രി കസേരയിൽ നിന്നും മാറ്റി നിർത്തി അദ്ദേഹത്തിന് നിയമ നടപടിക്ക് വിധേയനാകാൻ ആവശ്യപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തെ മുഖം രക്ഷിക്കൽ മാത്രമായിരുന്നു AK ശശീന്ദ്രന്റെ കാര്യത്തിൽ ഉണ്ടായത്. AK ശശീന്ദ്രന്റെ കാര്യത്തിൽ അതാണ് ഉണ്ടായത്. PK ശശിയുടെ കാര്യത്തിൽ ഉണ്ടായത് അതിന്റെ തീവ്രത പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയൊക്കെ വന്നു. അത് പാർട്ടി കോടതിയാണ് കൈകാര്യം ചെയ്തത്. P ശശിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അങ്ങേയറ്റം അതീവ ഗുരുതരമായ ആരോപണങ്ങൾ P ശശിക്കെതിരെ ഉയർന്നതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിക്കുന്നത് P ശശിയാണ്. അതുപോലെ തന്നെയാണ് KB ഗണേഷ് കുമാറിന്റെ കാര്യം. KB ഗണേഷ് കുമാർ അപ്പുറത്തായിരുന്നപ്പോൾ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉയർത്തിവിട്ടവരാണ് നിങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ മറന്നുകൊണ്ട് നിങ്ങൾക്കിത് പറയാൻ ധാർമ്മികമായി ഒരു യോഗ്യതയുമില്ല എന്ന് കോൺഗ്രസിന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവർ പ്രതികരിക്കുന്നതും. ധാർമ്മിക ഉള്ളത് ഇടതുപക്ഷത്തിനാണെന്ന് അടിവരയിട്ടുകൊണ്ട് നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. 1996 നയനാർ സർക്കാരിന്റെ കാലത്ത് വിമാനയാത്രയിൽ മുൻപിലിരുന്ന ഒരു സഹയാത്രികയോട് അപമര്യാദയായി പെരുമാറിയ PJ ജോസഫ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് നിമിഷങ്ങൾക്കകം രാജി എഴുതി വാങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാ. അതുപോലെ തന്നെ തിരുവനന്തപുരത്താണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഏറ്റവും സീനിയറായ ഒരു ലീഡറുണ്ട്, നീലലോഹിതദാസൻ നാടാർ. സ്വന്തം സഹപ്രവർത്തകരോട് മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായി എന്ന് യാതൊരു തെളിവുമില്ലാത്ത ഒരു കേസിൽ അതൊക്കെ ഈ ഉത്തമ കമ്മ്യൂണിസ്റ്റുകളുടെയൊക്കെ കാലത്ത് അങ്ങനെ ചില നടപടികളൊക്കെ എടുത്തു പോയിട്ടുള്ളതായി നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ കാലം മാറി. പിണറായി സത്യത്തിലേക്ക് വന്നപ്പോൾ ഇതൊന്നും വലിയ കഥയല്ല CPMനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ അങ്ങയിലേക്ക് വരാം. ഞാനൊന്ന് നമ്മുടെ നുസ്രത് ജഹാനിലേക്ക് പോവുകയാണ്. ഡോക്ടർ നുസ്രത് ജഹാൻ, ഈ കേരള രാഷ്ട്രീയം ഇങ്ങനെ അങ്ങ് ദേശീയ രാഷ്ട്രീയം വളരെ കൃത്യമായി വിലയിരുത്തുന്ന ഒരാളാണ്. ഈ കേരള രാഷ്ട്രീയം കുറേ നാളുകളായി ഒരു അധമ രാഷ്ട്രീയത്തിന് പുറകെ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സോളാർ കേസ്, സോളാർ മുതൽ ഇങ്ങോട്ടെടുത്തു നോക്കൂ. ഇത്തരത്തിലുള്ള ഇക്കിളി കഥകളും ഇങ്ങനെയുള്ള അധമ രാഷ്ട്രീയ വൃത്തിയുമാണ് ഇടത് വലത് മുന്നണികൾ ഈ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം വരണ്ടേ യഥാർത്ഥത്തിൽ? അതെ, തീർച്ചയായിട്ടും. പറയാനുള്ളത്, ദൂരെ നിന്ന് നോക്കി കാണുമ്പോൾ കേരള രാഷ്ട്രീയത്തിന് വളരെ അവിഹിതമായ കഥകൾ മാത്രം കാണുന്ന മീഡിയകളിലൂടെ നമ്മൾ യൂട്യൂബിലും കാണാൻ വേണ്ടി അവസരം ഒരുക്കി കൊടുക്കുന്നു. നമ്മൾ പറയും യൂട്യൂബേഴ്സ് എല്ലാം ഇടും, പക്ഷെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആ ഒരു അടക്കവും ചിട്ടയൊന്നും ഇന്നിപ്പോ CPMനും കോൺഗ്രസിനും എക്കാലത്തും ഇല്ല ആർക്കും, അത് തീർച്ച. പക്ഷെ ഇന്ന് പണ്ടുള്ള പോലെയല്ല. ഇപ്പൊ ഐസ്ക്രീം കേസിന്റെ ഒക്കെ കാലഘട്ടം പറയുമ്പോൾ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിരുന്നില്ല. പക്ഷെ നമ്മൾ സോളാർ തൊട്ട് കണ്ടു. ഇതിലെല്ലാം വന്നിട്ട് പിന്നെ വരുമ്പോ എല്ലാം വളരെ മോശമാണ്. ഈ വോയിസും അവര് പറഞ്ഞതും എല്ലാം ഇങ്ങനെ നമ്മൾ കേട്ടോണ്ടിരിക്കുക. കേൾപ്പിക്കുന്നവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നേതാക്കന്മാര് ജനപ്രതിനിധികളായി രാജ്യത്തിന്റെയും ജനങ്ങളെയും സേവിക്കാൻ വേണ്ടി പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നവന് ഒരു വൃത്തിയും വെടുപ്പൊക്കെ വേണം, ഇച്ചിരിയെങ്കിലും. അവർ ഈ സോഷ്യൽ മീഡിയയിൽ എവിടെ ചാറ്റിന് പോയാലും ചാറ്റ് ചെയ്താൽ അത് റിട്രീവ് ചെയ്ത് എടുക്കാനുള്ള സംവിധാനമുള്ളതാണ്
ഇവരൊക്കെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്ന AI പിന്നെ എന്റെ സംവിധാനം കണ്ടുപിടിച്ച ആള് തന്നെ അയാൾ ഒരു പത്രസമ്മേളനത്തിൽ ലോകത്തിനോട് മാപ്പ് ചോദിക്കേണ്ട അവസ്ഥയാണ് എൻ്റെ എന്ന് അയാൾ പറഞ്ഞു. കാരണം ഇത്രയ്ക്കും ഇതെല്ലാം ട്രാൻസ്പെറന്റ് ആണ്, ആർക്കും ഒരു സ്വകാര്യത ഇതിലൂടെ കാണാം. പലതും നമ്മൾ കണ്ടു. ഒരു കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വീഡിയോകൾ വരെ നമുക്ക് കാണേണ്ട അവസ്ഥ വന്ന ഒരു ജനതയാണ് ഇന്ന് കേരളം. വേറെ ഒരു സംസ്ഥാനത്തിലുള്ള ആൾക്കാർക്ക് ഇതിനൊന്നും സമയമില്ല. ആ ഒരു കാര്യത്തിന് എന്തുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ കേസ് വന്നു കഴിഞ്ഞാൽ കേസ് എടുക്കാത്തോട് ഒരു കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ എടുക്കാൻ ചാൻസ് ഇല്ല പറയണു. അത് നിയമത്തിന് വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഈ കേസ് വന്ന കാര്യങ്ങള് അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യോ അതിനുള്ള നിയമ നടപടികളോ എടുക്കേണ്ടത് ആരാണോ സർക്കാരിനാണ്. നമ്മളിപ്പോ കണ്ടു സോളാർ വിഷയം വന്നപ്പോ എത്ര സ്പീഡിലായിരുന്നു അന്നത്തെ കേസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ആ സർക്കാരിനെ ഇറക്കാനുള്ള ദിവസം ഇങ്ങനെ ടാർജറ്റ് ഇട്ടിട്ട് 1 hour to hour അതിന്റെ ടാർജറ്റുകൾ പോയിരിക്കണം നമ്മൾ കണ്ടു. എത്ര പെട്ടെന്നാണ് അതിനെല്ലാം തകിടം മറിച്ച്. അപ്പൊ ഇതിലൊക്കെ ഒരു പെയ്ഡ് രാഷ്ട്രീയം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതെല്ലാവർക്കും തികച്ചും തീർത്തും മനസ്സിലായി. കാരണം ഒരു പെണ്ണിന്റെ ഫോൺ കൊണ്ട് അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ വോയിസ് കൊണ്ട് തകരുന്നതാണോ LDF UDF രാഷ്ട്രീയം എന്നാണ് ഇപ്പൊ ചോദിക്കാനുള്ളത് കേരളത്തിലെ. കാരണം അവരാണ് തകർക്കുന്നത്. ആരാണ്? ഒരു പെണ്ണാണ് മന്ത്രിസഭ താഴെ ഇടുന്നത്. എപ്പോഴും ഇതിന്റെ പ്രശ്നങ്ങൾ വരുന്ന അവിടെയാണ്. ഇവർ രണ്ടു കൂട്ടരിലും കണ്ടു. പിന്നെ സ്വപ്നന്റെ കേസ് വന്നു. അപ്പൊ മറ്റൊരു അതിന്റെ വോയിസുകളും റെക്കോർഡുകളും ഒരു സംഭവം ഇതിങ്ങനെ ഒരു ശൃംഖലയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇവിടെ എത്ര നമ്മൾ പറയുമ്പോൾ എത്ര വിദ്യാഭ്യാസവും എല്ലാത്തിലും ഉന്നമനത്തിലും എത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ വളരെ പിന്നോട്ടാണ് കൾച്ചർ. ആ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരു ജനപ്രതിനിധിയെങ്കിലും നമ്മൾ ഈ ലോകത്തിന് നമ്മളെ കുഞ്ഞുങ്ങളോടും ഈ ലോകത്തിനോട് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവര് അപമര്യാദയായി പ്രേമിച്ച പെണ്ണിനെ ഇട്ടുപോണ കഥ, ഇതൊക്കെ രാഹുലിന്റെ അല്ലാന്ന് രാഹുൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഫാബ്രിക്കേറ്റ് ചെയ്ത് ഒരു പെണ്ണിനും വേറൊരാൾക്കും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. എത്ര ആയാലും ഒരു പെണ്ണ് ഗർഭമുണ്ട് പറഞ്ഞ് മോശമാവാൻ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങി വരൂല. ഒരു പരിധി വരെ കാത്തിരിക്കും ഏതൊരു പെണ്ണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയും നീചമായി ഇത്രയും ഒരു പെണ്ണിനോട് ഒരു സ്നേഹം കാണിക്കാണ്ടാണല്ലോ പ്രേമം എന്ന് പറഞ്ഞ് പ്രേമം ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രണയങ്ങളും ലിവിങ് ടുഗദറൊക്കെ നടക്കുമ്പോ ഇതുപോലുള്ള ഇഷ്യൂസ് ഇല്ലല്ലോ. ഇത് ശരിക്കും കല്യാണം, നമ്മളെ കൾച്ചർ എന്ന് പറഞ്ഞാല് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന ഭർത്താവിന്റെ കൂടെ ജീവിക്കുക എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുന്ന പെണ്ണുങ്ങളാണ് ഇന്നും സ്ത്രീ വർഗങ്ങൾ ഇവിടെ ഉള്ളത്. എല്ലാവരും 90% സ്ത്രീത്വത്തിനും അത് തന്നെയാണ്. ഒരു കുടുംബം, ഭർത്താവ് പ്രേമിച്ചവനെ തന്നെ കല്യാണം കഴിക്കുക, അവന്റെ കുട്ടിയെ പ്രസവിക്കുക എന്നൊക്കെ ഉള്ള ഒരു സ്ത്രീത്വത്തിന്റെ ഭാരതീയ സ്ത്രീന്റെ ഒരു അവകാശം അത് എങ്ങനെയെങ്കിലും അങ്ങനെ തന്നെ പിടിച്ചു നിൽക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ജനതയാണ് വേദനിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ വിഷമാണ്. കാരണം ഇനിയുള്ള പെൺകുട്ടികൾക്ക്, ഇനിയുള്ള ന്യൂ ജനറേഷൻ അവർക്ക് വരുന്നവർക്ക് ഈ ആണിനോട് ഇത് രാഷ്ട്രീയ വേട്ടയാണ് എന്നാണ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു വെക്കുന്നത്. ഇതെങ്ങനെ രാഷ്ട്രീയ വേട്ടയാകും? അല്ല, അപ്പൊ രാഹുൽ മാങ്കൂട്ടം പോയി പ്രേമിച്ച പെണ്ണുങ്ങളെയൊക്കെ ഇപ്പൊ BJPക്കും LDFനും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അവരെന്നെ മുന്നോട്ട് വന്നോണ്ടല്ലേ നമ്മൾ കണ്ടില്ലേ. ആരുടെയും പ്രേമിയും സ്വകാര്യതയൊന്നും അവര് തന്നെ പറയാതെ പുറത്തറിയില്ല. അത് വലിയൊരു കാര്യമാണ്. ആ പറയുന്ന ഇരകള് പറയുന്നെന്ന് പറയുമ്പോ അവരും ഇതിന്റെയൊക്കെ ഉത്തരവാദികൾ തന്നെയാണ് 100%. ഞാനൊരു പെണ്ണിന്റെ ഭാഗത്ത് അങ്ങനെ നിൽക്കുന്നില്ല. കാരണം നമ്മളൊക്കെ എത്രയോ ആൾക്കാരെ കാണുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം ഒരാണ് മോശമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുള്ളൂ, രണ്ടാമത്തെ തവണ നമുക്കൊന്നും മെസ്സേജ് അയക്കില്ല. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്തിട്ട് അവര് നിന്നത് കൊണ്ടാണ് ഇത് അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷെ ഈ അനുഭവിക്കാൻ എന്തെങ്കിലും ഇപ്പൊ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഒരു സ്ത്രീ സ്വന്തം നിലക്ക് നിൽക്കുന്ന ഫിനാൻഷ്യൽ കപ്പാസിറ്റിയിലൂടെ അവളുടെ ഇൻഡിപെൻഡൻസ്, ആ ഒരു ഫ്രീഡത്തിന് അവൾ ഉണ്ടാക്കേണ്ടി അതിലൂടെ, അല്ലെങ്കിൽ അവളെ വിദ്യാഭ്യാസത്തില്. ഇതൊന്നും ഇല്ലാതെ വരുന്നവരാണ് ഇങ്ങനെയുള്ളവരെ കൂടെ പോയിട്ട് എന്തോ വലിയ കാര്യം കിട്ടുമോ, എവിടെന്നോ വരുന്നുണ്ട്, ഇവരൊക്കെ വലിയ ലോകത്തിലെ കാരണം ഇവര് മീഡിയകളിൽ വരുന്ന താരങ്ങളല്ലേ.
പണ്ടൊക്കെ രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പിന്നെ ഒരു ബഹുമാനം ഇതൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ലെവലിലാണ് കണ്ടിരുന്നത്. ഇന്ന് ഇവരൊക്കെ സെലിബ്രിറ്റികളായിട്ടാണ് ഇവരുടെ ഡാൻസും കളിയും എല്ലാം ഇലക്ഷനാണെങ്കിലും ഇതിനൊക്കെ ഒരു തീരുമാനം ഈ കേരളത്തിൽ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവരുടെ വേദനകളെ കാണാൻ ഇനിയിപ്പോ വന്നിട്ട് ഇവർ പെട്ടുപോയ ഇവരുടെ വേദനകളെ കാണാൻ വേണ്ടിയിട്ട് സർക്കാരില് സ്ത്രീ പൊതു ഇടങ്ങളിൽ വന്ന് പറഞ്ഞാല് അത് കേസെടുക്കണം എന്നുള്ള നിയമമല്ലേ സുപ്രീം കോടതിയിലെ അല്ലേ? അപ്പൊ അതിന് പോലും തയ്യാറാവാണ്ട് പെണ്ണിനെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് മാത്രം ഇവരെ സൈഡിൽ നിന്ന് വന്ന് ഈ ഒരു രാഷ്ട്രീയം ഇന്നിപ്പോ പിന്നെ കൃഷ്ണകുമാറിന്റെ പേരിലുണ്ടായി പിന്നെ അത് അങ്ങനെ ഒരു ഇരക്കുണ്ടെങ്കിൽ ഇത് പിന്നെ രാജീവ് ചന്ദ്രശേഖരനല്ല പരാതി കൊടുക്കണ്ടേ. രാജീവ് ചന്ദ്രശേഖരൻ പോലീസല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിയമത്തിന്റെ മുമ്പിലാ പോകണ്ടേ. ആ പെണ്ണിന് ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി അതിൽ പറയുന്നത് അത് നിയമവഴിയിൽ വളരെ കൃത്യമായി സർക്കാർ ഇടപെടലുണ്ടായി, കോടതി തന്നെ തള്ളിക്കളഞ്ഞ കേസാണ്. അപ്പോൾ ആ വഴിക്ക് പോകാൻ കഴിയില്ല. ഇതിൽ വലിയ ഗൂഢാലോചനയാണ് കാണുന്നത്. BJP സംസ്ഥാന അധ്യക്ഷന് മെയിൽ അയക്കുക, അത്തരത്തിലൊരു വാർത്ത ക്രിയേറ്റ് ചെയ്യുക, ഇത് ബോംബാണെന്ന് വരുത്തുക, അവസാനം അത് നനഞ്ഞ പടക്കമായി അവശേഷിച്ചിരിക്കുന്നു. അതാണ് പാലക്കാട് നമ്മൾ കണ്ടത്. ഈ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് തൗഫീഖ്, ഇവിടെ ഉയർന്ന ഒരു ചോദ്യം, രാഹുലിനെ എന്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയത്? കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് നിർത്തിയത് എന്തിനാണ്? അപ്പോൾ വളരെ കൃത്യമായി നിങ്ങളുടെ മുന്നിൽ ധാരണയുണ്ട്, രാഹുൽ ഈ വിഷയത്തിൽ കുറ്റക്കാരനാണ്. പാർട്ടിക്ക് തന്നെ വളരെ കൃത്യമായി ധാരണയുള്ള ഒരു ആരോപണത്തിൻ്റെ പേരിലാണ്, ആ പ്രശ്നത്തിൻ്റെ പേരിലാണ് രാഹുലിനെ പുറത്താക്കിയത്. എന്നിട്ടും നിങ്ങൾ ഇത് രാഷ്ട്രീയ വേട്ടയാണ് എന്നൊക്കെ പറഞ്ഞാൽ അപഹാസ്യമല്ലേ ആ നിലപാട്? ഇവിടെ നോക്കൂ നീലിമ, ഇവിടെ BJPയുടെയും CPMന്റെയും പ്രതിനിധികൾ, വക്താക്കൾ, CPMന്റെ വക്താവല്ല, ഇടത് നിരീക്ഷകനടക്കം ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി, ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ ഏറ്റവും ബഹുമാനപ്പെട്ട TP ജയചന്ദ്രൻ മാസ്റ്റർ, BJPയുടെ വക്താവ്, അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ആദ്യം ചോദിച്ചത്, എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ സംഘടനാ നടപടി സ്വീകരിച്ചു? ഇതാണ് അദ്ദേഹം ആദ്യം ചോദിച്ച ചോദ്യം. ഞാൻ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി അതിന് മറുപടി പറയാം. ഒരു പൊതുപ്രവർത്തകന് ചേരാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടായി എന്ന മാധ്യമ വാർത്തകൾ വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹം ക്ലാരിഫൈ ചെയ്താൽ, കോൺഗ്രസിനെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തിയാൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കും, ഇല്ലെങ്കിൽ ഞങ്ങളുടെ നടപടി സംബന്ധിച്ച് ഞങ്ങൾ പുനരാലോചന നടത്തും. അത് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രതിനിധികളടക്കം അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പരാതി ഉണ്ടെങ്കിൽ പോലീസിലും കോടതിയെയും സമീപിക്കാം. ഇതുവരെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു യുവതിയും ഇതുവരെ പോലീസിലോ ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയിലോ അത്തരത്തിലൊരു പരാതി നൽകിയിട്ടില്ല. ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ ഈ ചർച്ചയിൽ പറയുന്നു, അങ്ങനെ ആരെങ്കിലും അത്തരത്തിൽ ഒരു പരാതി നൽകിയാൽ ആ പരാതിയിൽ വാസ്തവമുണ്ട് എന്ന് പാർട്ടി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടാൽ ആ പരാതിക്കാരിയോടൊപ്പം പാർട്ടി നേതൃത്വം നിലപാടെടുക്കും. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയമേണ്ട. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ചില വകുപ്പ് ഉപയോഗിച്ച്, അതായത് CRPC പരാതി നൽകില്ല രാഹുലിനെതിരെ എന്നതിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ താങ്കൾക്ക്? ഇവിടെ നോക്കൂ, ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ ആരെങ്കിലും പരാതി നൽകിയാൽ ആ പരാതിക്കാർക്കൊപ്പം, ആ പരാതിയിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ ആ പരാതിക്കാർക്കൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അപ്പോൾ ആരെങ്കിലും പരാതി നൽകുവാൻ ഉറപ്പുണ്ടോ ഉറപ്പില്ലയോ എന്നുള്ള ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളതെന്ന് അങ്ങ് തന്നെ വ്യക്തമാക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച TP ജയചന്ദ്രൻ മാസ്റ്റർ, അദ്ദേഹം CRPC 154 കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ CRPC നിലവിലില്ല, അദ്ദേഹത്തിൻ്റെ സർക്കാർ തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അതനുസരിച്ചാണെങ്കിൽ സെക്ഷൻ 173 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സെക്ഷൻ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി വ്യക്തമാക്കിയാൽ, ഒരു പെൺകുട്ടി പരാതി നൽകിയാൽ ഇൻഫർമേഷൻ റിലേഷൻ ടു കോഗ്നിസിബിൾ ഒഫൻസ് അങ്ങനെയാണ് പറയുന്നത്. കോഗ്നിസിബിൾ ഒഫൻസ് അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത്, ഞങ്ങളുടെ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് എന്ന് എവിടെയെങ്കിലും നീതിന്യായ വ്യവസ്ഥയിലോ പോലീസിലോ അങ്ങനെ ആരെങ്കിലും ബോധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് പ്രസക്തമായ ചോദ്യമായി നിൽക്കുന്നു. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ പ്രതിപക്ഷ നേതാവ് രോഷാകുലനായി
പ്രതിപക്ഷ നേതാവ് ശരീരഭാഷ ഏതാണ്ട് വല്ലാത്ത രീതിയിൽ പ്രകോപിതനായാണ് സംസാരിച്ചത്, ഇന്നലെ വിരൽ ചൂണ്ടിയാണ് സംസാരിച്ചത് എന്നതടക്കം പറഞ്ഞു. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു പരാതിയും പരിഭവവും ഇല്ലേ എന്ന് ചോദിച്ചു പോവുകയാണ്. BJP CPM ഒക്കെ CJP സത്യമാണ് എന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്, കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതേ ടോണിൽ തന്നെയാണ് അദ്ദേഹം ഇവിടെയും സംസാരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഒരു രോഷാകുലനുമായിട്ടില്ല. അദ്ദേഹം വളരെ കൃത്യമായി ആർജവത്തോടു കൂടിയാണ് നിലപാടെടുത്തിട്ടുള്ളത്. ആ നിലപാടിൽ തന്നെ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇനി അപ്പുറത്തേക്ക് വനിതാ MLA അടക്കം ഉന്നയിച്ച കാര്യങ്ങളെക്കുറിച്ചടക്കം അദ്ദേഹം സൂചിപ്പിച്ചു. എല്ലാ തലങ്ങളും പരിശോധിച്ച് വനിതാ MLA അടക്കമുള്ള കോൺഗ്രസിൻ്റെ ബഹുമാനരായിട്ടുള്ള നേതാക്കന്മാരുടെ എല്ലാം അഭിപ്രായം പരിഗണിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ പരാതി ഉയർന്നപ്പോൾ, മാധ്യമ വാർത്തകൾ വന്നപ്പോൾ, പരാതിയല്ല ഇത്തരത്തിൽ മാധ്യമ വാർത്തകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കൂടിയാലോചിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വം അനുയോജ്യമായ തീരുമാനം, ഒരു ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഇനി ഇടതു നിരീക്ഷകനിലേക്ക് ബഹുമാനപ്പെട്ട ജലീൽ പുനലൂരിലേക്ക് വന്നാൽ, ശ്രീ ജലീൽ പുനലൂർ, ആര് വൈകാരികമായിട്ടാണ്, ആരാണ് ഇവിടെ ഇര? സ്വാഭാവികമായിട്ടും അങ്ങേക്ക് അറിയാമല്ലോ, അങ്ങയുടെ സർക്കാർ, അതായത് മുഖ്യമന്ത്രിയുടെ പേര് ഇവിടെ ഉമ്മൻചാണ്ടി എന്നല്ല, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയുടെ പേര് രമേശ് ചെന്നിത്തല എന്നല്ല, ഇവിടെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ ആരെങ്കിലും ആരോപണം ഉന്നയിക്കാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് രേഖാമൂലം ഇത്തരത്തിലൊരു പരാതി നൽകാൻ തയ്യാറാകണം. ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, അങ്ങേക്ക് ഒരു സംശയം വേണ്ട. ഇത്തരത്തിൽ ആർക്കെങ്കിലും ആരെങ്കിലും പരാതി നൽകിയാൽ ആ പരാതിയിൽ വാസ്തവമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ, ഇവിടെ അങ്ങടക്കം എനിക്ക് മുൻപ് സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ സോളാർ കേസിൽ ഇവിടെ ഉമ്മൻചാണ്ടി സാറിനെ അടക്കം അങ്ങയുടെ വാദഗതികൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഇവരാരും ഉന്നയിച്ച ആരോപണങ്ങളോട് അവർ പങ്കുവച്ച വികാരങ്ങളോട് ഒട്ടും ചേർന്ന് പോകാതെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കണമെന്നേ ഷാഫി പറമ്പിലിന്റെ മാത്രം ഭാഷയിൽ അങ്ങ് സംസാരിക്കുന്നു. അഡ്വക്കേറ്റ് തൗഫീഖ് രാജനിലേക്ക് തന്നെയാണ്. അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ, ക്രൈംബ്രാഞ്ചാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യവുമില്ലാതെ ക്രൈംബ്രാഞ്ച് കേസെടുക്കും എന്ന് താങ്കൾക്ക് കരുതാൻ കഴിയുമോ? വളരെ കൃത്യമായി മനസ്സിലാക്കുന്നത് ഈ ഇരകളുമായി പോലീസ് കൃത്യമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഫോണിലൂടെ സമ്മതം നൽകിയാലും മതി. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരു വിഷയമാകുമ്പോൾ അവർക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ വന്നു നിന്ന് ഇത്തരം പരാതികൾ ഉന്നയിക്കുന്നതിൽ, അവർ ഈ സമൂഹത്തിൽ തിരിച്ചറിയപ്പെടുന്നതിൽ സ്വാഭാവികമായും പ്രശ്നങ്ങളുണ്ട്. അതിൽ വളരെ കൃത്യമായ പരിരക്ഷ നമ്മുടെ നിയമ സംവിധാനം പെൺകുട്ടികൾക്ക് നൽകുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങ് VD സതീശൻ്റെ കാര്യം പറഞ്ഞു, ഈ ഹൃദയവേദനയുടെ കാര്യമൊക്കെ പറഞ്ഞു. VD സതീശൻ പറയുകയാണ്, അങ്ങേയറ്റത്തെ ഹൃദയവേദനയോടെയാണ് ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ പുറത്താക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങളെന്നല്ല, അങ്ങനെ ഒരു തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നതിൽ വലിയ ഹൃദയവേദന. പക്ഷേ പീഡനത്തിനിരയായി പറഞ്ഞു പറ്റിച്ച് ഗർഭവതിയാക്കി നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയമാക്കി മാനസിക നില തെറ്റിയ ഒരു പെൺകുട്ടിയോടില്ലാത്ത എന്ത് കരുണയാണ് പ്രതിപക്ഷ നേതാവിന് VD സതീശന് രാഹുലിനോടുള്ളത്? ഈ പറഞ്ഞതിൽ കൂടുതൽ ഒരു മറുപടി ആ വിഷയത്തിൽ സത്യം പറഞ്ഞാൽ അർഹിക്കുന്നില്ല. എങ്കിലും ഞാൻ ആവർത്തിക്കുന്നു, വളരെ കൃത്യമായി തന്നെ ഇവിടെ ആർക്കും വലിയ കരുണയോ പ്രതിബദ്ധതയോ പുലർത്തേണ്ട കാര്യമില്ല ഈ വിഷയത്തിൽ. കൃത്യമായിട്ടുള്ള ഒരു നിലപാട്, പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട ഒരു നിലപാട്, അങ്ങേക്ക് ചോദ്യമെങ്കിൽ ചോദിക്കാം. അങ്ങയുടെ ചോദ്യം പൂർണ്ണമായി കഴിഞ്ഞ ശേഷം ഞാൻ മറുപടി പറയാം. അങ്ങേക്ക് ചോദിക്കാം. അല്ല, ഈ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ശ്രീ തൗഫീഖ്. എനിക്ക് തോന്നുന്നത് തൗഫീഖ് മാത്രമാണ് ഇങ്ങനെ രാഹുലിനെ നിരന്തരം ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് നിലപാടെടുക്കുന്നത് ചാനൽ ചർച്ചകളിൽ. സ്വാഭാവികമായും ഒരു ചർച്ചയിലും വന്നിരിക്കുന്ന ആളുകൾക്ക് പോലും വളരെ കൃത്യമായി രാഹുലിനെയൊന്നും അങ്ങനെ അത്ര കണ്ട് ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. താങ്കൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ആരെയും സംരക്ഷിച്ച് കോൺഗ്രസിന്റെ യഥാർത്ഥ ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? തൗഫീഖ്, എനിക്ക് അങ്ങയോട് തർക്കിക്കാൻ തന്നെ പറ്റൂ ഈ ഘട്ടത്തിൽ. കാരണം കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിനൊപ്പമല്ല താങ്കളുടെ നിലപാട്. വളരെ കൃത്യമായി സണ്ണി ജോസഫ് അടക്കം പറഞ്ഞു. താങ്കൾക്ക് ഇതിൽ മറുപടിയില്ല എന്നാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്. അവസരം തരാതെ ഞാൻ ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്.
ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഞാൻ ആരെയും അനാവശ്യമായി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. ചാനൽ ചർച്ചകളിലടക്കം പാർട്ടി എടുത്തിട്ടുള്ള നിലപാടോടൊപ്പം തന്നെയാണ് ഞാൻ വളരെ തുടക്കത്തിൽ തന്നെ അങ്ങയോട് പറഞ്ഞു പാർട്ടി എന്തുകൊണ്ട് നിലപാട് സ്വീകരിച്ചു, പാർട്ടി എന്തുകൊണ്ട് നിലപാടെടുത്തു. എൻ്റെ KPCC പ്രസിഡന്റ്, എൻ്റെ പ്രതിപക്ഷ നേതാവ്, എൻ്റെ ബഹുമാനരായിട്ടുള്ള നേതാക്കൾ, ആ നേതാക്കൾ എടുത്ത നിലപാട് തന്നെയാണ് മുൻ ചർച്ചകളിലും ഞാൻ ആവർത്തിച്ചിട്ടുള്ളത്, ഇപ്പോഴുള്ള ഈ ചർച്ചയിലും ആവർത്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഞാൻ അങ്ങയോട് വളരെ കൃത്യമായി പറഞ്ഞു, ഒരു പൊതുപ്രവർത്തകന് ചേരാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായി എന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത്. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. ഇനി രാജി സംബന്ധിച്ച് കേസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിന് ബഹുമാനപ്പെട്ട KPCC നേതൃത്വം, ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിന് കൃത്യതയോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങ് ഇത്തരത്തിൽ വാചാലരാകുമ്പോൾ, ഇത്തരത്തിൽ നീതിക്ക് വേണ്ടി ഘോരം പ്രസംഗിക്കുമ്പോൾ ഇവിടെ C. കൃഷ്ണകുമാർ വിഷയത്തിലും ഇതേ നിലപാട് അങ്ങ് സ്വീകരിക്കപ്പെടേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ രാഹുൽ ന്യായീകരിക്കുന്നു എന്ന തരത്തിലുള്ള പരാമർശം ശരിയല്ല. അതിലേക്ക് വരികയാണ് നീലിമ. നിരന്തരമായി ഇത്തരത്തിൽ ഡിസ്റ്റർബ് ചെയ്യുന്നത്, ഇത്തരത്തിൽ പരാമർശങ്ങൾ ഉയരുമ്പോ അനാവശ്യ ഇടപെടലുകൾ നടത്തുകയാണ്. അനാവശ്യ ഇടപെടൽ തന്നെയല്ലേ ഉണ്ടാകുക. അനാവശ്യം പറയുമ്പോൾ അനാവശ്യ ഇടപെടൽ അനിവാര്യമാണ്. ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ അങ്ങേക്ക് പ്രതികരിക്കാം. ഞാൻ അതിലേക്ക് തന്നെ വരികയാണ്. എന്റെ അവസരമാണ്. ഇതൊട്ടും ജനാധിപത്യ മര്യാദയല്ല. ജയചന്ദ്രൻ മാസ്റ്റർ ഒരേ ഒരു കാര്യം ജയചന്ദ്രൻ മാസ്റ്റർ എനിക്ക് പറയാൻ ഒരു മിനിറ്റ് അങ്ങ് അനുവദിക്കണം. അതിനുശേഷം അങ്ങേക്ക് മറുപടിയാണ്. ദയവായി ഒരു മിനിറ്റ് അനുവദിക്കണം. ഇവിടെ C. കൃഷ്ണകുമാർ വിഷയത്തിന്റെ കാര്യത്തിൽ എന്താണ് C. കൃഷ്ണകുമാർ വിഷയത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്ന് പറയുന്നു. കോടതി ഏത് കേസിലാണ് വെറുതെ വിട്ടിട്ടുള്ളത്? അതിജീവിതയും കൃഷ്ണകുമാറും പരസ്പരം നൽകിയിട്ടുള്ള ആക്രമണ കേസ്, ആ കേസിൽ വെറുതെ വിട്ടിട്ടുണ്ട്. ഇനി സിവിൽ കേസ്, ആ സിവിൽ കേസ് ഇപ്പോഴും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീൽ നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് കൃഷ്ണകുമാറിന്റെ നിരപരാധിത്വം എവിടെയും തെളിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കൃഷ്ണകുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ നിർദ്ദേശിച്ച് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന്, കൃഷ്ണകുമാറിന്റെ ആക്രമണത്തിൽ പരിക്കു പറ്റിയ അതിജീവിതയുടെ ചികിത്സയ്ക്ക് കേന്ദ്രമന്ത്രി 1 ലക്ഷം രൂപ എന്തിനു വേണ്ടി ശോഭ സുരേന്ദ്രൻ അതിജീവിതയുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ഇത് സംബന്ധിച്ച് ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഇത് സംബന്ധിച്ച് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ഇത് സംബന്ധിച്ച് വാസ്തവങ്ങൾ അറിയാം. RSSന്റെ പ്രാന്ത കാര്യവാഹമായിരുന്ന ഗോപാലൻകുട്ടി മാസ്റ്റർ, അതുപോലെ BJPയുടെ സംഘടനാ സെക്രട്ടറി ആയിരുന്ന RSSന്റെ പാലക്കാട് വിഭാഗം പ്രചാരക സുഭാഷ് എന്നിവർക്ക് അദ്ദേഹം ഏതാണ്ട് വെള്ളം ഇനി ഇതിനപ്പുറത്തേക്ക് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്ന കേരള ഭൂഷണായ കൃഷ്ണകുമാറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് മ്യൂട്ട് ചെയ്യില്ലല്ലോ. അങ്ങനെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിരന്തരമായി ഇടപെടൽ നടത്തുന്നു. അതിനപ്പുറത്തേക്ക് BJP പ്രതിനിധി CPI പ്രതിനിധി സംസാരിക്കുമ്പോൾ ഇടപെടുന്നില്ല. അത് മാത്രം ചൂണ്ടിക്കാണിച്ചു എന്നുള്ളേ ഉള്ളൂ. താങ്കൾ എന്നോട് 1 മിനിറ്റ് ചോദിച്ചു. ഞാൻ ഒരു ജനാധിപത്യ മര്യാദയിൽ വഴങ്ങി. ആ മര്യാദകൾക്കിടയിൽ താങ്കൾ നട്ടാന്നുണയ്ക്കാത്ത താങ്കൾ ഒരുപക്ഷെ സതീശനേക്കാളും ഇന്ന് പച്ചക്കള്ളങ്ങൾ പറയുന്നു. താങ്കൾ ഒരു കാര്യം പറയട്ടെ, ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്, ഗോപാലൻകുട്ടി മാഷും കോഴിക്കോട് ജില്ലക്കാരനാണ്, എലത്തൂർ നിയോജക മണ്ഡലത്തിലാണ്. അദ്ദേഹം BJPയുടെ സംഘടനാ സെക്രട്ടറി അല്ല. താങ്കൾ ആദ്യം മനസ്സിലാക്കുക. അദ്ദേഹം BJPയുടെ ചുമതലക്കാരനല്ല. BJPയിൽ അദ്ദേഹം സംഘടനാ സെക്രട്ടറിയുടെ ഒരു പരാതിയില്ല. ഇനി എന്താണ് താങ്കൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത്? നോക്കൂ, കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യാപിതാവും ഭാര്യയുടെ അനിയത്തിയുമായി ബന്ധപ്പെട്ട് സിവിൽ കേസുണ്ടായി, സ്വത്ത് കേസായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറിന്റെ വീട്ടിൽ വന്ന് ആ സ്ത്രീ ചില നാടകങ്ങൾ ഉണ്ടാക്കി. അതിന് കൗണ്ടർ ചെയ്യാൻ ഈ സിവിൽ കേസിനോടൊപ്പം അവർ അതിനൊരു ഡൊമസ്റ്റിക് വയലൻസ് കൂടി ആഡ് ചെയ്തു. കേൾക്കണം സാർ, സിവിൽ കേസിന് ബലം നൽകാൻ ഡൊമസ്റ്റിക് വയലൻസ് കൂടി അവർ ആഡ് ചെയ്തു. അതിന്റെ വിധി ആണ് ഇന്ന് കൃഷ്ണകുമാർ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ താങ്കൾ ഒരു കാര്യം ചെയ്യൂ. താങ്കൾക്കും സതീശനും പറ്റിയ ഒരു അബദ്ധം, ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരു കസേര കിട്ടാതെയാണ് താൻ പുറത്തു പോയത് എന്ന്
പറഞ്ഞ് ഞങ്ങൾ അയാളെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല, അദ്ദേഹം എന്തിനാണ് പുറത്തുപോയത് എന്ന്. അദ്ദേഹം BJPക്ക് അകത്തുനിന്നുണ്ടാക്കിയ ഒരു കുത്തിത്തിരിപ്പ് അദ്ദേഹത്തിന് കച്ചുപിടിക്കാൻ കഴിയാതെ വന്നപ്പോ അദ്ദേഹം പുറത്തു വന്ന് ഈ സതീശനെ പറ്റിച്ചു. സതീശന്റെ ഇന്നത്തെ പത്രസമ്മേളനം തൗഫീഖ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ ആരോപണം അദ്ദേഹം അവിടെ ആവർത്തിച്ചിരുന്നു. തൗഫീഖ് എന്തുകൊണ്ടാണ് ഇന്നലെ ആവേശത്തോടെ BJPയുടെ ഓഫീസിലേക്ക് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് കാളയെയും കൊണ്ട് എഴുന്നള്ളിപ്പ് നടത്തുമെന്ന് പറഞ്ഞ സതീശൻ ആ ആരോപണം ഇന്ന് ആവർത്തിച്ചിട്ടില്ലാത്തത് എന്താണെന്ന് താങ്കളൊന്ന് ആലോചിക്കൂ. ഒരു പക്ഷെ ചർച്ചയിൽ വന്ന് വാദം ജയിക്കാൻ നിങ്ങൾ ഇവിടെ പിടിച്ചു നിൽക്കാം, പക്ഷെ അത് അധികകാലം മുന്നോട്ട് പോയില്ല. താങ്കൾ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കട്ടെ. ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് കോൺഗ്രസിന്റെ പൊയ്മുഖമാണ്. ആദ്യം VD സതീശൻ എന്താ പറഞ്ഞത്? അദ്ദേഹം സ്ത്രീപക്ഷവാദിയാണ്. കോൺഗ്രസ് ഒരു ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. അതേ സതീശൻ പിറ്റേന്ന് പറയാണ് ഹൃദയവേദനയോടെയാണ് ഞാൻ രാഹുലിനെതിരായി നടപടിയെടുക്കുന്നത്. എന്ത് ഹൃദയവേദനയാണ് രാഹുലിനെ നടപടിയെടുക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായത്? ഒരു പെൺകുട്ടി, അവരുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നു, ഗർഭിണിയാക്കപ്പെട്ട ഒരു സ്ത്രീ. നിങ്ങൾക്കറിയാലോ, നൈമിഷികമായിട്ട് ഒരു പുരുഷന് സംഭവിച്ചു പോയ ഒരു അബദ്ധമൊക്കെ ആവാം, പക്ഷെ രാഹുലിന്റെ കാര്യത്തിൽ അങ്ങനെയാണോ? സീരീസ് ഓഫ് ആക്ഷൻസ്, ഒരബദ്ധമല്ല, നിരവധി അബദ്ധങ്ങൾക്കൊപ്പം അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു. ആ സ്ത്രീയോട് അവൾ ഗർഭിണിയാക്കി പോകട്ടെ, പിന്നീട് അവളോട് എന്താ പറഞ്ഞത്? നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം മതി. തൗഫീഖ്, ഒരു പെൺകുട്ടിയോട് നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം മതി അത് ഭീഷണിയല്ലേ? രണ്ടാമത്തെ തെറ്റ്. അവിടെയും അവൾ വഴങ്ങുന്നില്ല. എന്താ പറഞ്ഞത്? അവൻ ഭീഷണിപ്പെടാൻ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇനി ഈ കാളക്കുറിച്ച് ഒരു കാര്യം താങ്കളോട് ഞാൻ ഉറക്കെ പറയും. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു, ഒരു പത്രവാർത്ത അടിസ്ഥാനത്തിൽ ഒരു പൊതുപ്രവർത്തകന് നിരക്കാതെ ചില ഇടപെടലുകൾ ഉണ്ടായ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അല്ല നടപടി? നിങ്ങളും സാർ ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമല്ലേ? എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ ധരിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹത്തെ രാജിവെപ്പിക്കേണ്ടത് മറ്റു നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നം. നിങ്ങൾക്ക് ഏത് ക്രിമിനലിനെയും ഏത് കുറ്റവാളിയെയും ഇല്ലാത്തവരെയും ഒക്കെ നിങ്ങളുടെ നേതാവാക്ക് നിങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, നിങ്ങളുടെ സ്വകാര്യ വിഷയമാണ് സാർ അത്. പക്ഷേ പൊതു രംഗത്തുള്ള ഒരാളാണ് MLA എന്ന് പറയുന്നത്, അദ്ദേഹം ഇതിന് അതീതനാവണ്ടേ? ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം സമൂഹത്തിന് ബോധ്യപ്പെടേണ്ട എന്ന് പറയുന്നത് എന്ത് ധാർമ്മികതയാണ് സാർ ഉള്ളത്? ഇദ്ദേഹത്തിന്റെ ചരിത്രം ഞാൻ വീണ്ടും ചോദിക്കുന്നു. അഴിമറിയും ലൈംഗികതയും രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് രാഷ്ട്രീയ കേസുകൾ ഉണ്ടാകുന്നത് സാധാരണ. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേസ് കൊടുക്കുമ്പോൾ നമുക്കറിയാം, മാർച്ച് നടത്തി, പോലീസുമായിട്ട് അതിക്രമം ഉണ്ടാക്കി, കേസുകൾ എന്തൊക്കെയാണ്? യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി. നോക്കൂ, നേരത്തെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്നെ വിളിപ്പിച്ചത് മൊഴിയെടുക്കാനാണ്, കുറ്റവാളിയായിട്ടല്ല. ഞങ്ങൾ വിശ്വസിച്ചു, എനിക്ക് നെഞ്ചിവേദന വരും. പക്ഷെ ഇന്ന് പുറത്തുനിന്ന് പറയുന്നതാണ്, ആ കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത 4 പേർ അവർ കൃത്യമായിട്ട് പറയുന്നു അതിനകത്ത് ഇദ്ദേഹത്തിന് പങ്ക് സംശയാതീതമാണ്. ഇന്ന് അദ്ദേഹത്തെ വിളിപ്പിച്ചിരിക്കുന്നു, തെളിവെടുക്കുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഐഫോൺ അതിനകത്തിരിക്കുന്ന ചാറ്റുകൾ റീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് പറഞ്ഞിരിക്കുന്നു, ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതൊരു ക്രിമിനൽ ഒഫൻസ് അല്ലേ സാർ? ഇതൊരു രാഷ്ട്രീയ വിഷയമാണോ? വ്യാജ ID കാർഡ് ഉണ്ടാക്കി കൂട്ടമായി സ്വന്തം പാർട്ടിയുടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി പ്രവർത്തനം നടത്തിയ ഒരാൾക്ക് VD സതീശന്റെയും റാഫിയുടെയും ഷാഫിയുടെയും പിന്തുണയില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇദ്ദേഹത്തെ ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റു കോൺഗ്രസുകാർക്കില്ലാത്ത ഒരു പ്രിവിലേജ് ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്? ഒരുപക്ഷെ രാഹുലിന്റെ വായ അത് തുറന്നാൽ പുറത്തു വരുന്നത് VD സതീശന്റെയും മറ്റു പലരുടെയും പൊതുജീവിതത്തെ ബാധിക്കുമോ? ഇല്ലെങ്കിൽ എന്തിനാണ് മനോവേദനയോടെ പുറത്താക്കുന്നത്? ഇത്ര ക്രിമിനൽ മൈൻഡുള്ള വ്യാജരേഖയുണ്ടാക്കിയ നിരവധി സ്ത്രീകളെ, അതും ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ, അവരൊന്ന് പരസ്യമായിട്ട് പറഞ്ഞില്ലേ? അവരുടെ മൊഴി സമൂഹ മധ്യത്തിലില്ലേ? ഇതൊക്കെ തീർന്നോക്കിക്ക് ഒറ്റ വാക്ക് രാഹുൽ പറയട്ടെ, ഇതെന്റെ മൊഴിയല്ല, ഇതെന്റെ ശബ്ദമല്ല ഈ ഓഡിയോയിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ കുട്ടിയെ ഗർഭിണിയാക്കിയെന്ന് പറയുന്ന ആരോപിക്കുന്ന അവളോട് എന്റെ സ്വരമല്ല. ഒരു നിസ്സാരമായ ഡിജിറ്റൽ പരിശോധനയിലൂടെ രാഹുലിന്റെ സ്വരമാണോ അല്ലയോ എന്ന് ബോധ്യമാവല്ലോ. എന്തുകൊണ്ടാണ് രാഹുലോ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ നിഷേധിക്കാത്തത്? താങ്കൾ പറഞ്ഞു CJP എന്ന്. സർ, ഇന്ത്യ രാജ്യത്ത് ഒരു മുന്നണിയേ ഉള്ളൂ, BJPയുടെ NDA മുന്നണി, നിങ്ങളുടെ NDA മുന്നണി. നിങ്ങൾ ഏതെങ്കിലും ഒരു സമരം ചെയ്ത് കേരളത്തിലെ പിണറായി വിജയനെ പുറത്താക്കാൻ ആത്മാർത്ഥമായി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ആ സമയത്ത് നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ ഫോൺ വരും,
കാരണം ഇന്ത്യ രാജ്യത്ത് അവശേഷിക്കുന്ന അപൂർവം പ്രതിപക്ഷങ്ങളിൽ ഒന്നാണ് കേരളം. അത് താഴെ ഇടാൻ നിങ്ങൾ അനുവദിക്കില്ല. നിങ്ങളും അവരും തമ്മിൽ ഇത് മാത്രമല്ല, നിരവധി അഡ്ജസ്റ്റ്മെന്റ്. ആ ചർച്ചയുടെ തലം മാറിപ്പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. രണ്ടാമത് നിങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു, കോൺഗ്രസ് ഐകകണ്ഠ്യേനയാണ് നടപടിയെടുത്തത്. സർ, ഉമ തോമസ് പറയുന്നു അവർക്കെതിരായി സൈബർ ആക്രമണം ഉണ്ടായി. വിശ്വസിക്കുമോ? രമ പറയുന്നു ഒരു കോൺഗ്രസ് CPM കാലൊന്നും BJP-ക്കാരും സൈബർ ആക്രമണം ഉണ്ടാകുന്ന നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ മുരളീധരൻ പറഞ്ഞതിന് വിഭിന്നമായി, കോൺഗ്രസ് നേതാക്കന്മാർക്ക് പറഞ്ഞതിന് വിഭിന്നമായി, സണ്ണി ജോസഫ് പോലും പറഞ്ഞതിന് വിഭിന്നമായിട്ട് ഷാഫിക്ക് നിലപാടെടുക്കാനും ഇവരെയൊക്കെ വരിയിൽ നിർത്താനും എന്തോ ബോംബുകൾ ഇവരുടെ കയ്യിലുണ്ടോ? ഒറ്റ അബദ്ധമേ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൂ. BJP-ക്ക് ഞങ്ങൾ നടപടിയെടുത്ത ഒരാൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം തൃശ്ശൂരുകാർ പറയുന്നു അങ്ങോട്ട് വരാമെന്ന്. എന്റെ സുഹൃത്തൊക്കെ തന്നെ അദ്ദേഹം. നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ഇത്തരത്തിലുള്ള ഇത് പറയുന്നറിയോ, അസത്യത്തെ കൂടുപിടിച്ചുകൊണ്ട് അധികകാലം പൊതുമണ്ഡലത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല മിസ്റ്റർ തൗഫീഖ്. ഇവിടെ പൊട്ടി വീണത് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ ഒഴുക്കമാണ്. അങ്ങനെ കൂടെ ഒറ്റ കഴിവുണ്ട്. ഇന്ന് ഇദ്ദേഹം ഇങ്ങനെ വെട്ടിയിറക്കാൻ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓർമ്മിക്കുന്നു, ഇന്നലെ ന്യൂഡൽഹിയിൽ വെച്ചുള്ള മുസ്ലിം ലീഗിന്റെ അവരുടെ കായികമില്ലെന്ന ദേശീയ ഓഫീസിൽ വെച്ച് മുസ്ലിം ലീഗ് ഒരു കമ്മിറ്റി കൂടി. ആ കമ്മിറ്റിയിൽ KC വേണുഗോപാൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് ജനന്മാ പുരസ്കാരം കൊടുത്തു. അതൊക്കെ നിങ്ങളുടെ ആഭ്യന്തര വിഷയം. അത് ചെയ്തുകൊണ്ട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? കേരളത്തെ രക്ഷിക്കാൻ താങ്കൾ കേരളത്തിന്റെ ചുമതല ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ ഈ അർത്ഥം എന്താ തൗഫീഖ്? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ റെസ്റ്റ് എടുത്തോളൂ. കേരളത്തെ നയിക്കാൻ, കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ KC വേണുഗോപാൽ വരുന്നു എന്ന ഉൾഭയം കൂടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ വിറയലിന് പിന്നിൽ. ഇനി ഇടത് പ്രതിനിധി ജലീൽ പുനലൂരിലേക്കാണ്. ശ്രീ ജലീൽ, ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എങ്ങനെയെങ്കിലും ഒന്ന് രാജിവെപ്പിക്കണ്ടേ പാലക്കാട്ട് നിന്ന്? അതിനുള്ളൊരു ഊർജം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കാര്യമായി ഉണ്ടാകുന്നില്ല. അതെന്താണ്? അദ്ദേഹം രാജിവെക്കണമെന്ന് ഇടതുപക്ഷ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ കുറ്റകൃത്യത്തിൽ അദ്ദേഹം നിരപരാധി എന്ന് കണ്ട് നാളെ കോടതി വിധി ഉണ്ടായാൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞുപോയ നിയമസഭാ അംഗത്വം തിരിച്ചു കൊടുക്കാൻ ഈ രാജ്യത്ത് എന്തെങ്കിലും വ്യവസ്ഥിതി നിയമ സംവിധാനങ്ങൾ നിലവിലുണ്ടോ? ഞാൻ നോക്കൂ, അദ്ദേഹം മുകേഷിന്റെ കാര്യത്തിൽ അവലംബിച്ച അതേ പോളിസി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും CPM അല്ലെങ്കിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നു അല്ലേ? മുകേഷിന്റെ കാര്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിച്ചു. അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. അദ്ദേഹത്തിന് കോടതി ജാമ്യം നൽകി. നീതിന്യായപരമായി എങ്ങനെയൊക്കെ ഒരു സർക്കാരിന് പോകാമോ അത് മുഴുവൻ പാലിച്ച ഒരു സർക്കാരാണ്. അത് തന്നെ മതിയോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും? രാജി വേണ്ടേ? ഏതൊരു പൗരനും ലഭ്യമാകേണ്ട നീതി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പൊതുപ്രവർത്തകനും കിട്ടണമെന്നുള്ളതിൽ ഇടതുപക്ഷത്തിന് ഒരു തർക്കവുമില്ല. എന്ന് മാത്രമല്ല, ഇത്തരം വിഷയങ്ങളെ ഏതെങ്കിലും വ്യക്തിവിരോധത്തിന്റെ പേരിൽ പിണറായി വിജയനെ രാജിവെപ്പിക്കാൻ നടന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നാൽ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ ആ രാഷ്ട്രീയപരമായ വിരോധത്തിന്റെ പേരിൽ വ്യക്തിഹത്യ നടത്താനോ അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയപരമായി ഹത്യ ചെയ്യാനോ ഇടതുപക്ഷ ധർമ്മമല്ല. ഇടതുപക്ഷം ചില പോളിസിയിൽ വിശ്വസിക്കുന്നവരാണ്. താങ്കൾ പറഞ്ഞല്ലോ, താങ്കൾക്ക് ഒരു കാര്യത്തിൽ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഈ ഇരകളുടെ സ്വകാര്യതയെ സംബന്ധിച്ച് വാചാലമായിട്ട് ആങ്കർ നേരത്തെ സംസാരിച്ചു. ഇന്നത്തെ ഏറ്റവും വലിയ വാർത്തയാണ് BJP നേതാവ് പ്രതിയാക്കപ്പെട്ടിട്ടുള്ള കേസ്. ആ കേസിൽ ആ സ്ത്രീ എത്രയോ മാന്യമായ ഒരു സ്ത്രീയാണ്. അവർ തന്റെ പേര് പരസ്യപ്പെടുത്താതെ പാലക്കാട് പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഒരൊറ്റ മാധ്യമം പോലും കവർ ചെയ്യാൻ ചെന്നില്ല. കാരണം ഇതൊരു തട്ടിപ്പ് പരാതിയാണെന്ന് അന്നേ ബോധ്യപ്പെട്ടതാണ് പാലക്കാട്ടെ പത്രക്കാർക്ക്. പക്ഷേ ഇപ്പോൾ അത് പൊന്തി വന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ രാഹുലിനെതിരെ കടുത്ത പ്രതിഷേധം BJP ഉയർത്തുകയാണ്. രാഹുലിനെ രാജിവെപ്പിച്ചേ അടങ്ങൂ എന്ന ദൃഢപ്രതിജ്ഞ BJP എടുത്തിരിക്കുമ്പോൾ ഇവിടെ സന്ദീപ് വാര്യരുടെ സഹായത്തോടെ ഈ പരാതി ഒരിക്കൽ കൂടി പൊന്തി വന്നതാണ്. ശ്രീ ജലീൽ, ഒരു വാദത്തിന് താങ്കളുടെ വാദം ഞാൻ അംഗീകരിക്കുന്നു. താങ്കളോടൊന്ന് ചോദിച്ചുകൊള്ളട്ടെ, ഇന്ത്യയുടെ നിലവിലെ പ്രധാനമന്ത്രി കോൺഗ്രസ്സുകാരനോ CPM-കാരനോ ഒന്നും അല്ലല്ലോ, നരേന്ദ്രമോദിജിയാണ്. ഈ താങ്കൾ പറയുന്ന ഈ കള്ളപ്പരാതി കൊടുത്തു എന്ന് പറയുന്ന
ഈ അവിശുദ്ധമായ ഇടപെടൽ നടത്തുന്നു എന്ന് പറയുന്ന ഈ സ്ത്രീ കൊടുത്ത പരാതിയിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസാണ് പാലക്കാട് SP നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാതി അന്വേഷിക്കണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പാർട്ടിയുടെ സുതാര്യത എന്ന് പറയുന്നത്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ഡോക്ടർ നുസ്രത് ജഹാൻ, ഇപ്പോൾ നോക്കൂ, ഈ കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ ഗാർഹിക പീഡന പരാതിയുണ്ട്, ലൈംഗിക പീഡന പരാതിയൊക്കെ നൽകി. പക്ഷേ അത് തെളിവില്ലെന്ന് കണ്ട് അത് FIR ഇടാനോ അത്തരത്തിൽ ആ കേസുമായി മുന്നോട്ട് പോകാനോ പോലീസ് തയ്യാറായില്ല. അന്ന് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഈ പരാതി ഉണ്ടായിരുന്ന സമയത്ത്. അതിനുശേഷം വരുന്നത് CPM-ന്റെ ആഭ്യന്തര വകുപ്പാണ്. അപ്പോൾ ഒന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലല്ലോ. ഇത്തരത്തിൽ ദൃഢമായ വിശ്വാസം, ഇത്തരത്തിൽ ലൈംഗിക പീഡന പരാതിയൊക്കെ ഉണ്ടെങ്കിൽ അന്ന് നടപടി എടുക്കേണ്ടതായിരുന്നില്ലേ? ഓൾറെഡി കോടതിയിൽ പോയ കേസായിട്ട് ഞാനും കേട്ട ഒരു കഥയാണ് അത്. പാലക്കാട്ടുകാരെയൊക്കെ നമുക്കും അടുത്ത ബന്ധമുണ്ട്. കോടതിയിൽ പോയി നിയമത്തിന്റെ മുമ്പിൽ വന്ന് പോയൊരു കേസ് വീണ്ടും ഈ ഒരു സമയത്ത് വരുമ്പോ ഇനിയിപ്പോ പ്രധാനമന്ത്രി അന്വേഷിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനമന്ത്രിന്റെ ഉത്തരവാദിത്ത. അന്വേഷണം നടത്തൂ, അങ്ങനെ അതില് ഒരു കുറ്റവാളിയാണെന്ന് തിരിഞ്ഞാൽ അതിനുള്ള അതാണ് പാർട്ടിയുടെ സുതാര്യത എന്ന് പറയുന്നത്. സുതാര്യത എന്തായാലും നടപ്പിലാക്കൂ. പക്ഷെ കൃഷ്ണകുമാർ ഒരു ജനപ്രതിനിധിയൊന്നുമല്ല, അയാള് ഒരു പാർട്ടിയുടെ പക്കത്തേ ഉള്ളൂ. അപ്പൊ ഈ നിങ്ങൾ പാർട്ടിന്ന് കോൺഗ്രസ്സുകാർ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ പാലക്കാട് നഗരസഭാ കൗൺസിലർ അതെ, അതിന് അന്വേഷണം നടത്തിയിട്ട് ആ പാർട്ടി തീരുമാനിക്കൂ. ആ തീരുമാനത്തിനേക്കാളും വലുത് ഇന്ന് രാവിലെ ഒരാള് ഒരു പാർട്ടിയിലേക്ക് കൊടുത്ത കത്തിനെ വെച്ചിട്ടാണ് ഇന്നിപ്പോ ചർച്ച ഉണ്ടായത്. അതിലെ എല്ലാ മാധ്യമങ്ങളും അത് കൊട്ടി ആഘോഷിച്ചു. കാരണം പാലക്കാട് ഇപ്പം നിങ്ങൾക്ക് ഇന്നലെ വിട്ട ബോംബ്, ഒരു രാഹുൽ അവിടെ ബോംബിട്ടിരുന്നു ഇതാ നരേന്ദ്രമോദിക്കെതിരെ, അത് നനഞ്ഞ പടക്കം പോലെ അതും പോയി. ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു കാര്യം ഇന്നലെ പറഞ്ഞ് ഇവര് കോൺഗ്രസ്സുകാരിടുന്ന ബോംബൊക്കെ പാകിസ്ഥാൻ ബോംബ് പോലെ ആയി പോകുന്നതാണ് സങ്കടം. അപ്പോ ഒരു കാര്യമില്ലാതെ ബോംബിന്റെ പേരൊന്നും യൂസ് ചെയ്യരുത്, വല്ല പൊട്ടാസ് എന്നൊക്കെ പറയണം. അപ്പോ ഈ ഒരു രാഹുലിനെ എന്തിനാണ് പാലക്കാട്ടുകാരി ചുമക്കുന്നത്? പാലക്കാടിന് അതിന്റെ ആവശ്യം എന്താ ഉള്ളത്? നിങ്ങൾ ഒഴിവാക്കിയ നിങ്ങളെ പാർട്ടിക്ക് വേണ്ടാത്ത ഒരാളെ പാലക്കാട്ടത്തെ ജനങ്ങൾ എന്തിനാ ചുമക്കുന്നത്? ഈ ജനാധിപത്യത്തിൽ നമ്മൾക്ക് പണ്ട് ഇതൊന്നും ഡെമോക്രസിയിൽ എഴുതി വെക്കാനോ ഇതിനൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നാണല്ലോ ഇത് ഓരോരുത്തരും ഫോൺ ചെയ്യണതും ചാറ്റ് ചെയ്യണതും. ഏതൊരു പെണ്ണിനെ കണ്ടാലോ എങ്ങനെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളോടൊക്കെ, എങ്ങനെ ഒരു പെണ്ണ് കേറി വരും നിങ്ങളെയൊക്കെ ഓഫീസിലേക്ക് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട്? ആ പെണ്ണ് കുറച്ച് കാണാൻ നല്ല ചെറുപ്പക്കാരിയാണെങ്കിലും അവർക്ക് ഇന്ന് ഇതൊന്നല്ല നമ്മൾ കേൾക്കാത്ത എത്രയോ നൂറുകണക്കിന് കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ കേട്ടിട്ടുണ്ട്, അറിയാവുന്ന വ്യക്തികളും ഉണ്ട്. നമുക്കത് പറയാം. പക്ഷെ നിങ്ങളൊക്കെ ഈ കസേരയിലേക്ക് വരുമ്പോ ഒരു കാര്യം ആലോചിക്കണം. ഞങ്ങൾ അവിടേക്ക് അയക്കുന്നത് ഈ ഒരു പെൺകുട്ടികളെ ഈ നാട്ടിലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് ധൈര്യമായിട്ട് ഒരു അമ്മയ്ക്കും കുട്ടിക്കും ഒരു കാര്യം പറയാനും വരാനുള്ള ഒരു സ്ഥലമാണ് നിങ്ങളിന്ന്. അറ്റ്ലീസ്റ്റ് ആ ഒരു മാന്യതെങ്കിലും ഇന്ത്യ ഭരിച്ച ചരിത്രം മുഴുവനും വിളിച്ചോതുന്ന 65 കൊല്ലം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മുഴുവനും നിങ്ങളാ വാങ്ങിയത്. ഇന്ത്യന്റെ എല്ലാ അവകാശവും നെഹ്റു പൈസ കൊടുത്ത് ബ്രിട്ടീഷുകാരോട് വാങ്ങിയ ഇന്ത്യയെ പറയണോ? ഇപ്പൊ രാഹുൽ എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയാവാൻ പോകുമ്പോ ഈ രാഹുൽ ഇവിടെ വന്ന് കളിക്കുന്നത് അതൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ സംസാരിക്കരുത്. ചുമ്മാ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. എന്താ അടിസ്ഥാനമില്ലാത്ത എന്താ നെഹ്റുവിനെ കുറിച്ച് പഠിച്ചിട്ട് സംസാരിക്കും. നെഹ്റുവിനെ കുറിച്ചൊക്കെ സംസാരിക്കാതെ നെഹ്റുവിന്റെ കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ചർച്ച നെഹ്റുവിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് ചർച്ച നെഹ്റുവിനെ കുറിച്ചാവാം. ഞാൻ നെഹ്റുവിനെ കുറിച്ച് പഠിച്ചതേ ഞാൻ പറയുള്ളൂ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു സ്വാതന്ത്ര്യം തരാത്ത ഒരാളായിരുന്നു നെഹ്റു തന്നെ ഞാൻ പറയുള്ളൂ. അത് എന്റെ അവകാശമാണ്, അവകാശമുണ്ട്. അത് ശരിയാണ്, എനിക്ക് ശരിയാണ്. നിങ്ങൾ ശരിയാണെന്ന് പറയണ മാത്രം ഞാൻ ശരിയാണെന്ന് പറയാൻ വരുമോ? എനിക്ക് പറയാനുള്ളതാ ഞാൻ പറഞ്ഞേ. ഇന്ത്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ കഥകൾ മാറ്റി എഴുതിയ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള നെഹ്റുവിനെ ഞാൻ അംഗീകരിക്കില്ല. അതെന്നെ ഞാൻ പറയൂ. എന്നെ പോലെ തൗഫീഖ്, ഇപ്പോൾ നോക്കൂ, തിരുവനന്തപുരത്ത് വലിയ ലാത്തി ചാർജും പ്രശ്നവും നടക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം സംസ്ഥാനത്തെ ക്രമസമാധാന നില അങ്ങേയറ്റം വഷളാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ്. എന്തായാലും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിൽ. രാഹുലിനെ തൽക്കാലം രാജിവെപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണെന്ന് തോന്നുന്നു CPM-ഉം അതുപോലെ LDF-ഉം എടുത്തിരിക്കുന്നത്. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടതില്ലല്ലോ. BJP-യെ
കൃത്യമായ പേടി നിങ്ങൾക്കുണ്ട്. അതൊക്കെ ആകാം ഒരു പക്ഷേ രാഹുലിനെതിരായ രാജി ആവശ്യം കടുപ്പിക്കുന്നതിൽ LDFനെ പുറകോട്ടടുപ്പിക്കുന്ന ഒരു സംഭവം. ഇപ്പോൾ വലിയ ക്രമസമാധാന പ്രശ്നമായി മാറുകയാണ് ഇത്. ഇവിടെ നോക്കൂ നീലിമ, ഇവിടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ ഞാൻ അങ്ങോട്ട് ആവർത്തിക്കുന്നു, പാർട്ടി തികച്ചും മാതൃകാപരമായിട്ടുള്ള നടപടിയെടുത്തു. ഇനി MLA സ്ഥാനം അടക്കമുള്ള സ്ഥാനങ്ങളിൽ രാജിവെക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധി ഡോക്ടർ നുസ്രത് ജഹാൻ അടക്കം നെഹ്റുവിനെ അടക്കം വല്ലാത്ത രീതിയിൽ ആക്ഷേപിച്ചു പരാമർശിച്ചതുകൊണ്ട് മാത്രം അതിനെക്കുറിച്ച് ഒരു വാക്ക്, ശ്രീ നെഹ്റുവിൻ്റെ ജനാധിപത്യ ബോധത്തെക്കുറിച്ച് അദ്ദേഹം പഠിക്കുകയാണ് ആദ്യം ചെയ്യേണ്ട. കൊച്ചുകുട്ടികൾക്ക് പോലും ശരി നിലിവ, എന്റെ സമയമാണോ? പറയൂ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യൂ. നീലിമ എന്റെ സമയമാണെങ്കിൽ നീലിമ എന്റെ സമയമാണ്. വളരെ പെട്ടെന്ന് ഞാൻ വളരെ കൃത്യമായി അത് സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടി നിലപാടും MLA സ്ഥാനം രാജിവെക്കേണ്ടത് സംബന്ധിച്ചുള്ള നിലപാട് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞാലല്ലേ അത് പൂർത്തിയാവുള്ളൂ. അങ്ങനെ പറയാൻ സമ്മതിക്കൂ. ദയവായി ഞാൻ പറഞ്ഞ ശേഷം അങ്ങേക്ക് അടുത്ത വ്യക്തിയിലേക്ക് ഗസ്റ്റിലേക്ക് പോകാം. അതായത് ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി വളരെ കൃത്യമായിട്ടുള്ള മാതൃകാപരമായ നടപടി സ്വീകരിച്ചു. അദ്ദേഹത്തെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തി യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി രാജിവെപ്പിച്ചു. ഇനി MLA പദവി ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, MLA പദവി സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹമാണ്. ഇതിനപ്പുറത്തേക്ക് ഒരിക്കൽ കൂടി ജനൻ TV-യുടെ ഫ്ലോറിൽ നിന്ന് ഉത്തരവാദിത്തമുള്ള കോൺഗ്രസ് വക്താവായി പറയുന്നു, ഇനി ആരെങ്കിലും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം പരാതി നൽകിയാൽ ആ പരാതിയിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ ആ പരാതിക്കാർക്കൊപ്പം നിൽക്കും. തീർച്ചയായിട്ടും സ്ത്രീകളുടെ അഭിമാനബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയുള്ളൊരു തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉമാ തോമസ് MLA അടക്കമുള്ള നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കില്ല. ഈ പരാതിക്കാർക്കെതിരെ പോലും സൈബർ ആക്രമണത്തെ ന്യായീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഇന്ത്യ മുന്നണിയിലെ രണ്ട് കക്ഷികൾ തമ്മിൽ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നതിൽ വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ സ്വാഭാവികമായും BJP മേൽക്കൈ നേടുമോ എന്നുള്ള ഒരു ആശങ്ക വളരെ കൃത്യമായി ഇരു മുന്നണികൾക്കുമുണ്ട്. ആ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നാടകമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിലയിരുത്താമോ ഈ അവസാന ഘട്ടത്തിൽ? കോൺഗ്രസ് ഒരു വല്ലാത്ത പെടാപ്പാട് വിട്ടിരിക്കുക. രാഹുലിനെതിരെ നടപടിയെടുത്താൽ അത് നഷ്ടപ്പെടുന്നത് ഒരു MLA ആയിരിക്കും, അതായത് പാലക്കാട് MLA. നടപടി എടുത്തിട്ടില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്ന് പുറത്തു വന്നത് അവരുടെ കണക്കുകളൊക്കെ പുറത്തുണ്ട്. ഇപ്പം തന്നെ ഓൺലൈനിൽ സർവേകളൊക്കെ നടന്നു കഴിഞ്ഞു. കോൺഗ്രസ് ഇപ്പൊ ചെയ്തു. പക്ഷെ പിന്നെ അത്ഭുതപ്പെടുത്തിയത് CPM പ്രതിയുടെ മറുപടിയാണ്. MLA-യുടെ സ്ഥാനം തിരിച്ചു നൽകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളത് ആവശ്യപ്പെടില്ല. അല്ലെ സാർ, ഉമ്മൻചാണ്ടിക്ക് പരിരക്ഷ ഉണ്ടായിരുന്നോ? ഇല്ലാത്ത സോളാർ കേസ് കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറഞ്ഞപ്പോ അത് പോയാൽ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ആവുമായിരുന്നോ? അപ്പൊ ഇതൊരു കാര്യം ശരിയാണ്, എന്റെ സുഹൃത്ത് തൗഫീഖിനുള്ള ഉത്തരമാണ്. ഈ കാര്യത്തിൽ നിങ്ങൾ രണ്ടു കൂട്ടരും ഒത്തു കളിക്കുകയാണോ? നിരവധി കേസുകളുണ്ട് കേരളത്തിൽ. ഐസ്ക്രീം പാർലർ കേസ് മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഒരു സീരീസ് ഉണ്ട്. ഇന്ന് നിങ്ങൾ ഒറ്റ മുന്നണിയാണ്. നിങ്ങൾക്ക് പൊതുശത്രുവാണ് ഇത്. BJP എതിരാളിയാണ്, ശത്രുവാദി എതിരാളിയാണ്. ഒന്ന് പാലക്കാടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നിങ്ങൾ ഇരു കൂട്ടരും പാസാക്കിയ പ്രമേയങ്ങൾ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. കേരളത്തിൽ അപകടകരമായ രൂപത്തിൽ BJP വളരുന്നു. ഇടതുമുന്നണിയുടെ പ്രമേയത്തിലുള്ളതുണ്ട്, കോൺഗ്രസിന്റേതുണ്ട്. തൃശ്ശൂർ ഉൾപ്പെടെയുള്ള തലങ്ങളിൽ പച്ചപ്പടി 18 നോക്കിയിട്ട് നിങ്ങൾക്ക് BJP പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആധികാരികമായ വിജയം 75,000 വോട്ടുകൾ മുഴുവൻ ബൂത്തുകളിലും പഞ്ചായത്തുകളിലും 6 നിയമസഭാ മണ്ഡലങ്ങളിലും. എന്തിനേറെ മന്ത്രി ബിന്ദുവിന്റെ വാർഡിൽ ബൂത്തിൽ, പ്രതിപക്ഷ നേതാവിന്റെ ബൂത്തിൽ, ഇടതുപക്ഷ കൺവീനറുടെ ബൂത്തിൽ, അവിടുത്തെ CPM മെമ്പറുടെ DCC സെക്രട്ടറിയുടെ ബൂത്തിൽ, എല്ലായിടത്തും ഇന്നലെ വരെ നിങ്ങളെ വിശ്വാസമർപ്പിച്ചിരുന്ന ജനത BJP-യോടൊപ്പം വരുന്നു. ഈ പ്രക്ഷോഭത്തിൽ ആത്മാർത്ഥതയോടെ അല്ല സർ CPM-ന്റെ നിലപാട്. എനിക്ക് ഏറെ അത്ഭുതം തോന്നി. അല്ല, ഇദ്ദേഹത്തിന് സീറ്റ് തിരിച്ചു കൊടുക്കാൻ ഇതാണോ CPM-ന്റെ രാഷ്ട്രീയ ആരോപണങ്ങളിൽ എക്കാലവും നിങ്ങളെടുത്ത നിലപാട്? കേരളത്തിലെ ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ നടപടിയെടുക്കുന്നവരുടെ രാജി ആവശ്യപ്പെട്ട CPM നിങ്ങളുടെ നേതാക്കൾ മുൻപാല പാരമ്പര്യത്തോടെ മറുപടി പറയുമോ? ഇനി എന്റെ സുഹൃത്ത് തൗഫീഖിനോട്, സർ നിങ്ങൾ പറഞ്ഞതല്ലല്ലോ ഇന്ന് കേരളീയർ പറഞ്ഞത്.
മാത്രമല്ല ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു. KPCCയുടെ നിരവധി നേതാക്കന്മാരുടെ പലതരത്തിലുള്ള വസ്തുതകളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ട്. യെസ്. നടപടിയെടുത്താൽ അതിന്റെ പ്രത്യാഘാതം ഭയാനകമായിരിക്കും. അതെ, ഇനി രാഷ്ട്രീയ കേരളം കാണാൻ പോകുന്നത് ഏതെല്ലാം തരം ബോംബുകളാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടറിയേണ്ടത്. വരും മണിക്കൂറുകളിൽ തന്നെ ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങൾ ഉയർക്കൊള്ളും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങേയറ്റം സങ്കീർണമായ രാഷ്ട്രീയ കാലാവസ്ഥയിലേക്കാണ് കേരള രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. നമസ്തേ.